നമസ്കാരം. ഞാനിന്നൊരു കഥ പറയാം. ഒരു 4 വയസ്സുകാരൻ്റെ സ്വപ്നത്തിൻ്റെ കഥ. ഡോക്ടർ അബ്ദുൽ കലാം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഉറങ്ങുമ്പോൾ കാണുന്നത് മാത്രമല്ല സ്വപ്നം, നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നതാണ്. ഒരു 4 വയസ്സുകാരൻ ഡോക്ടറാകാൻ സ്വപ്നം കണ്ടു. തൻ്റെ പേരിനൊപ്പം ഡോക്ടർ എന്ന പേര് എഴുതി വെച്ചു. ആ 4 വയസ്സുകാരൻ വളരുന്നതിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളും വളർന്നു. അച്ഛൻ്റെ കെമിക്കൽ ഇൻഡസ്ട്രിയിൽ ഡോക്ടർ പ്രൊഫഷനേക്കാളും 4 ഇരട്ടിയോളം ശമ്പളം കിട്ടാൻ സാധ്യതയുണ്ടായിട്ടും അത് ഉപേക്ഷിച്ച് ഡോക്ടറായി ആൾട്ടർനേറ്റീവ് മെഡിസിൻസിലും കമ്മ്യൂണിറ്റി മെഡിസിൻസിലും MD എടുത്ത് ഇന്ന് നമ്മുടെ മുന്നിലുണ്ട്. കൂടുതലറിയാം ഡോക്ടർ അരുൺ ദാസ്. വെൽക്കം. താങ്ക് യു. ഈ മെഡിസിനിലേക്ക് വന്നത് സ്വപ്നം കൊണ്ടാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുത്തത്? എങ്ങനെയാണ് ഈ യാത്രയിൽ എത്തിച്ചേർന്നത്? പറഞ്ഞ പോലെ ഡോക്ടർ ആവുക എന്നുള്ളത് തന്നെയായിരുന്നു എൻ്റെ ചെറുതിലെ മുതലുള്ള ഒരാഗ്രഹം. അപ്പം അന്ന് പ്രത്യേകിച്ച് ഒരു റീസണോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. വളരെ ചെറിയ പ്രായം മുതൽ തന്നെ താല്പര്യമാണ് ഡോക്ടർ ആവുക എന്നുള്ളത്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, ചില ബുക്സിലൊക്കെ അരുൺദാസ് എന്ന് പേര് എഴുതുന്നതിന് പകരം ഡോക്ടർ അരുൺദാസ് എന്നായിരിക്കും എഴുതുക. അതുപോലെ ബാഗിൽ പോലും ഡോക്ടർ അരുൺദാസ് എന്ന് എഴുതി വെച്ചിട്ട്. വെരി ഗുഡ്. അപ്പം ആ ഒരു രീതിയിലായിരുന്നു കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് ഒരു 10th ഒക്കെ കഴിഞ്ഞു, +1 +2 ആ ഒരു കാലഘട്ടത്തിലേക്ക് വന്നപ്പോഴത്തേക്കിനും ഫ്യൂച്ചറിനെ കുറിച്ച് എല്ലാവരും ചോദിച്ചു എന്ത് വേണം, ഏതൊരു മേഖലയിൽ പോകണം എന്നുള്ളത്. അപ്പോൾ ഫാദർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു. അപ്പോൾ ആൾ മിഡിൽ ഈസ്റ്റിലാണ്. ഞാൻ നോക്കിയപ്പം അച്ഛൻ വളരെ ചെറിയ പ്രായത്തിൽ, അദ്ദേഹത്തിൻ്റെ ചെറിയ പ്രായത്തിൽ പുറത്തു പോയതാണ്. അപ്പോൾ ഏകദേശം 10-30 വർഷത്തിന് മുകളിലായിട്ട് നാട് വിട്ട് ഞങ്ങളെയൊക്കെ വിട്ടിട്ട് പോയി വർക്ക് ചെയ്യാണ്. 6 മാസത്തിലോ 1 വർഷത്തിലോ ഒക്കെയാണ് വരുന്നത്. അപ്പോൾ എനിക്ക് വീണ്ടും ഇനിയിപ്പോൾ എനിക്ക് 2 അനിയന്മാരാണ്. അപ്പം വീണ്ടും അദ്ദേഹം ഒരുപാട് അവിടെ പോയി വർക്ക് ചെയ്യണമെന്നൊന്നും താല്പര്യമില്ല. അദ്ദേഹത്തിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഞാൻ വിചാരിച്ചു എഞ്ചിനീയറിംഗ് ഫീൽഡാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പം കിട്ടും, ഫൈനാൻഷ്യലി ഹെൽപ്പ് ചെയ്യാൻ പറ്റും, അച്ഛനോട് നാട്ടിൽ തിരിച്ചു വരാൻ പറ്റും, എനിക്ക് മറ്റേ കാര്യങ്ങളിലൊക്കെ നോക്കാമെന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എഞ്ചിനീയറിങ്ങിന് പോയാൽ കൊള്ളാം എന്നുള്ളൊരു ഡിസ്കഷനൊക്കെ നടത്തിയിട്ടുള്ള ഒരു തീരുമാനം. പക്ഷേ എൻ്റെ മനസ്സിലെ ആഗ്രഹം അപ്പോഴും ഡോക്ടർ തന്നെയാണ്. ഓക്കെ. വീട്ടിലാണെങ്കിലും അങ്ങനെ യാതൊരുവിധ കമ്പൽഷനില്ല. വളരെ നല്ലൊരു ചൈൽഡ്ഹുഡായിരുന്നു എനിക്ക്. വളരെ ഹാപ്പി ആയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് തുറന്ന് സംസാരിക്കാൻ പറ്റുന്നത്, ഞങ്ങൾക്ക് ഒരു ഫ്രീഡം തരുന്ന ഒരു ഫാമിലി തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ ചോദിച്ചപ്പോൾ ഞാൻ എഞ്ചിനീയറിംഗ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പക്ഷേ അവിടെ ഒരു വഴിത്തിരിവായത് എൻ്റെ ഒരു അധ്യാപകനാണ്, ബയോളജി പഠിപ്പിക്കുന്ന ജയകുമാർ എന്ന് പറഞ്ഞ സാറ്. അപ്പം സാർ അച്ഛനുമായിട്ട് സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞു അവനെ +2 കഴിഞ്ഞിട്ട് മെഡിസിൻ വിടുന്നതാണ് നല്ലത്, കാരണം അവൻ്റെ താല്പര്യം അതാണ്, ആൻഡ് ഹീ ഈസ് മെൻറ്റ് ഫോർ ദാറ്റ്. പിന്നീട് അച്ഛൻ എൻ്റെ അടുത്ത് ചോദിച്ചു മോന് എന്താണ് താല്പര്യം. ഞാൻ പറഞ്ഞു താല്പര്യം നോക്കണ്ട, നമുക്കിപ്പോൾ ഇത്രയും നോക്കുമ്പോഴത്തേക്കിനും എഞ്ചിനീയറിംഗ് ആണെങ്കിൽ നമുക്കൊരു പെട്ടെന്ന് സെറ്റിലാവാം, ആ ഒരു രീതിയിൽ സംസാരിച്ചു. പറഞ്ഞു അതിൽ കാര്യമില്ല, അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ യു ഷുഡ് ബി ഹാപ്പി. അപ്പോൾ അതുകൊണ്ട് നിനക്ക് അതാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ നീ അതിൽ പോയാൽ മാത്രമേ സക്സസ്ഫുൾ ആവത്തുള്ളൂ, അല്ലാതെ പൈസ ഉണ്ടാക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതല്ല അവിടെ സക്സസിൻ്റെ ഡെഫിനേഷൻ. അപ്പോൾ അങ്ങനെയാണ് പിന്നീട് എഞ്ചിനീയറിങ്ങിന് പോകാം എന്നൊക്കെ തീരുമാനിച്ചിരുന്നിടത്ത് നിന്ന് മെഡിസിനിലേക്ക് നമ്മൾ മാറുന്നതും MBBS എടുക്കുന്നത്. അത്തരത്തിലുള്ള മാതാപിതാക്കൾ ഉണ്ടാകുന്നത് കുട്ടികളുടെ ഭാഗ്യം തന്നെയാണ്. ഈ വീഡിയോ കാണുന്ന മാതാപിതാക്കൾ ഇത്തരത്തിലുള്ള കുട്ടികൾ, ലോകത്തിന് നാടിനാവശ്യമായ കുട്ടികളെയാണ് നിങ്ങൾക്ക് ആവശ്യം എങ്കിൽ പകരം നിങ്ങളുടെ ആഗ്രഹത്തിന് ആവശ്യമുള്ള കുട്ടികളാണ് നിങ്ങൾ ഇഷ്ടത്തിന് വളർത്തിക്കൊള്ളൂ. ഇതുപോലുള്ള നാടിനാവശ്യമുള്ള കുട്ടികളാണെങ്കിൽ അവരുടെ ഇഷ്ടം കൂടി നോക്കണം. അതൊരു വലിയൊരു വഴിത്തിരിവായിരുന്നു. ഞാൻ മനസ്സിലാക്കിയത്, നമ്മുടെ കഴിഞ്ഞ ചർച്ചകൾ, നമ്മൾ കഴിഞ്ഞ സംസാരങ്ങളിലെല്ലാം മനസ്സിലാക്കിയൊരു കാര്യം, ഡോക്ടർ ഒരിക്കലും പ്രശസ്തി ആഗ്രഹിച്ചല്ല ഡോക്ടർ എന്ന പ്രൊഫഷൻ തിരഞ്ഞെടുത്തത്. പണം ആഗ്രഹിച്ചിട്ടുള്ളൊരു അല്ല ഈ ഡോക്ടർ എന്ന പ്രൊഫഷൻ തിരഞ്ഞെടുത്തത്. പകരം നാടിൻ്റെ ഡോക്ടറാകണം, അല്ലേ? അതല്ലേ ആഗ്രഹിച്ചത്? എന്തായിരുന്നു അതിൻ്റെ ഒന്ന് ക്രിസ്പായി പറയാം. നമ്മൾ MBBS പഠിക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും എല്ലാം പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ഇയറിൽ അനാറ്റമി തുടങ്ങി എല്ലാ സബ്ജക്ട്സും നമ്മൾ പഠിക്കുന്നു. അപ്പോൾ MBBS കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ജനറൽ പ്രാക്ടീസ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു MD മറ്റേ ഹയർ സ്റ്റഡീസിൽ പോയി അതിലൊരു സ്പെഷ്യലൈസേഷൻ. പക്ഷേ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ എല്ലാവരും സ്പെഷ്യലൈസേഷൻ ആണ് പോകുന്നത്. അപ്പോൾ MBBS ഫസ്റ്റ് ഇയർ ഒരു കുട്ടി ജോയിൻ ചെയ്യുമ്പോഴേ ചോദിക്കും MD എടുക്കുന്നില്ല, അവനെ പഠിക്കാൻ പോലും സമ്മതിക്കില്ല, അതിന് മുമ്പേ ചോദിക്കും MD എടുക്കുന്നില്ലയോ എന്നുള്ള ചോദ്യം. അപ്പം തീർച്ചയായിട്ടും ഞാനും ആ ഒരു ഡിസ്കഷൻസിൽ കൂടി ഒക്കെ കടന്നുപോയി ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ പോകുമ്പോഴാണ് ഇവിടെ എന്താണ് നടക്കുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നത്. അപ്പോൾ അതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ആഗ്രഹം ഡോക്ടർ എന്നുള്ള, അതിനകത്തൊരു സ്പെഷ്യലൈസേഷനോ ഇന്നത് ആവണം എന്നൊന്നുമില്ല. അപ്പോൾ അതിൽ MBBS കഴിഞ്ഞു പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് തുടങ്ങി. അപ്പോൾ എനിക്ക് ദിവസം അയച്ചിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ ചെങ്ങന്നൂരിൽ ജോബ് കിട്ടി, നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള സെൻറ്ററിൽ. ആ ഒരു കാലഘട്ടത്തിലാണ് കൂടുതലും ഈ ഒത്തിരി സാധാരണക്കാരുമായിട്ട് ഇടപെടാനായിട്ടുള്ള
അവസരം ലഭിച്ചത്. അപ്പോൾ ശരിക്കും അവർക്ക് ഒരുപാട് നീഡുണ്ട്. അവർക്കൊരു ഫാമിലി ഡോക്ടർ അല്ലെങ്കിൽ ഒരു പ്രൈമറി കെയർ ഫിസിഷ്യൻ്റെ നീഡുണ്ട് എന്നുള്ള കാര്യങ്ങളും സിസ്റ്റത്തിനെക്കുറിച്ച്, ഹെൽത്ത് സിസ്റ്റത്തിനെക്കുറിച്ച് കുറച്ചുകൂടെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. തീർച്ചയായിട്ടും കൂടുതൽ ഇപ്പം മെഡിസിൻ പഠിക്കുമ്പോൾ തീർച്ചയായും നമ്മൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്, കാർഡിയോളജി, നെഫ്രോളജി അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കാണ് കൂടുതലും തീർച്ചയായിട്ടും എൻ്റെ മനസ്സും പോയത്. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച എൻ്റെ മനസ്സിലുള്ള ഈ പറഞ്ഞ ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാവണമെന്നുണ്ടെങ്കിൽ ഏത് സ്പെഷ്യാലിറ്റിയിലേക്ക് ഞാൻ തിരിയണം, അതോ ഞാൻ MBBS മാത്രം കൊണ്ട് നിന്നാൽ മതിയോ എന്നൊക്കെയുള്ള ഒരുപാട് ചിന്തകൾ. ഒന്നും കൃത്യമായിട്ട് ഒരു വേ ഒന്നും നമുക്കില്ല, പക്ഷെ ഒരുപാട് ചിന്തകളുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഒരു 3 വർഷത്തോളം ഞാൻ അവിടെ വർക്ക് ചെയ്തു. പിന്നീട് ഹയർ സ്റ്റഡീസിൻ്റെ പ്ലാനിൽ വരുമ്പോഴാണ് നമ്മൾ വളരെ വിശദമായിട്ട് എല്ലാ മേഖലയെക്കുറിച്ചും ഓരോ സ്പെഷ്യലൈസേഷനെ കുറിച്ചും മനസ്സിലാക്കി. ഇപ്പോൾ കമ്മ്യൂണിറ്റി മെഡിസിൻ എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെൻറ്റ്, അപ്പോൾ അതിൽ MD എടുക്കാമെന്ന് തീരുമാനിക്കുന്നത്. കമ്മ്യൂണിറ്റി മെഡിസിൻ അല്ലെങ്കിൽ പ്രിവെൻറ്റീവ് ആൻഡ് സോഷ്യൽ മെഡിസിൻ എന്ന് പറയും. ഞാൻ ആദ്യമായിട്ട് കേൾക്കണം കേട്ടോ, ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും ഇതൊരു ഒരു വ്യത്യസ്ത മേഖലയാണെന്ന് തോന്നുന്നു. അതെ. ഇപ്പോൾ MBBS കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാ MD 2 മേഖലയായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്, MD ആൻഡ് MS എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ DNB കോഴ്സുകളുണ്ട്. അതിൽ മെഡിക്കൽ സ്പെഷ്യാലിറ്റീസ് ആണ് MD, സർജിക്കൽ സ്പെഷ്യാലിറ്റീസ് MS. അതിൽ ഒരു ഹോസ്പിറ്റലിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ നിന്നിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു കെയറോ അല്ല കമ്മ്യൂണിറ്റി മെഡിസിൻ. കമ്മ്യൂണിറ്റി മെഡിസിൻ എന്ന് പറഞ്ഞാൽ പ്രൊഫഷണലി ഡിസൈൻഡ് ആയിട്ടുള്ള ഒരു കോഴ്സ്. നിങ്ങൾ കമ്മ്യൂണിറ്റിയിൽ, സമൂഹത്തിൽ ഇറങ്ങി എങ്ങനെ വേണം ഒരു ഡോക്ടർ, ഒരു പൊതുജനങ്ങളുടെ ഡോക്ടർ എന്നുള്ളതാണ് അതിൽ വരുന്നത്. അപ്പോൾ പബ്ലിക് ഹെൽത്ത് എക്സ്പേർട്ട് എന്നോ അല്ലെങ്കിൽ എപ്പിഡമിയോളജിസ്റ്റ്, അങ്ങനെ പല പേരുകളുണ്ട്. കാരണം എപ്പിഡമിയോളജി എന്ന് പറയുമ്പോഴത്തേക്കിനും റൂട്ട് കോസ്, കാരണത്തിനെ കണ്ടുപിടിച്ച് ചികിത്സിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഒരു ത്രില്ലിംഗ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം അത് നമ്മൾ ചെയ്ത് കഴിയുമ്പം ഒരു വ്യക്തിയല്ല അതിന് റിസൾട്ട് അനുഭവിക്കുന്നത്, അതൊരു സമൂഹം മുഴുവനാണ്. ഒരു വാസ്റ്റ് സബ്ജക്റ്റാണ്. എങ്ങനെ വേണമെങ്കിലും ഡൈവേഴ്സിഫൈ ചെയ്ത് പോകാൻ പറ്റുന്നൊരു മേഖലയാണ് കമ്മ്യൂണിറ്റി മെഡിസിൻ. ശരിക്കും ഞാൻ MBBS പഠിക്കുമ്പോൾ എനിക്ക് വലിയ താല്പര്യമുള്ള മേഖലയൊന്നും ആയിരുന്നില്ല. കമ്മ്യൂണിറ്റി മെഡിസിൻ ക്ലാസ്സുകളൊക്കെ നമ്മൾ കേൾക്കും എന്നല്ലാതെ ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അന്ന് തോന്നിയിട്ടില്ല. പക്ഷെ അതിന് ശേഷമാണ് അതിനൊരു ഇമ്പോർട്ടൻസ് മനസ്സിലായതും എൻ്റെ മനസ്സിലുള്ള ആ ഒരു എയിമിലേക്ക് എത്താൻ ഇതാണ് ശരിയായിട്ടുള്ള വഴിയെന്ന് മനസ്സിലായി. കുഞ്ഞു മനസ്സിൻ്റെ ഇതൊരു നമ്മുടെ സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ ശരിക്കുള്ള മുഹൂർത്തങ്ങളാണ്. അതായത് ഒരു ഡോക്ടർ ആകണം എന്നുള്ള മനസ്സിലുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ എന്ത് ഡോക്ടർ ആകണമെന്നുണ്ടായിരുന്നു. ആ ഒരു വഴിയിലേക്ക് ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്, നമുക്കറിയില്ല, നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡ് എന്നൊക്കെ പറയില്ല. തീർച്ചയായിട്ടും. അപ്പോൾ അതിലേക്ക് ശരിക്കും ഡോക്ടർ നടന്നെത്തുകയായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും. നമുക്ക് ആ ചെറുപ്പത്തിലെ നമുക്കറിയില്ലല്ലോ ഈ സബ്ജക്റ്റിനെ കുറിച്ചോ. നമ്മൾ ആ കാണുന്ന വെള്ളക്കോട്ടിട്ട് സ്റ്റെതസ്കോപ്പ് ഇട്ട ഒരാൾ നമ്മളൊരു ബുദ്ധിമുട്ടും വേദനകളും പ്രയാസമായിട്ട് ചെല്ലുമ്പം അവരെ കണ്ടിട്ട് വരുമ്പോഴത്തേക്കിനും ആ ബുദ്ധിമുട്ടിന് അവർ തരുന്ന മരുന്നുകളോ അല്ലെങ്കിൽ അവർ പറയുന്ന വാക്കുകളോ കൊണ്ട് ഒരാശ്വാസം കിട്ടുന്നു. അപ്പോൾ ആ ഒരു പോസിറ്റീവ് എനർജിയും ആ ഒരു കാര്യങ്ങൾ മാത്രമേ ഒരു കൊച്ചുകുട്ടി എന്നുള്ള രീതിയിൽ, ഡോക്ടർ എന്നുള്ള രീതിയിൽ മനസ്സിലാവുള്ളൂ. പിന്നീടാണ് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു അവയർനെസ് നമുക്ക് കിട്ടുന്നത്. കമ്മ്യൂണിറ്റി മെഡിസിൻ ശരിക്കും ഞാനൊരിക്കലും സംശയമുണ്ട്, ഇത് ഈ ഒരു MD കഴിഞ്ഞ കമ്മ്യൂണിറ്റി മെഡിസിനിലും കഴിഞ്ഞവർക്ക് ശരിക്കും വിദേശത്തല്ലേ ജോലി സാധ്യത കൂടുതൽ? അങ്ങനെയല്ല. കമ്മ്യൂണിറ്റി മെഡിസിൻ എന്ന് പറയുമ്പോൾ ശരിക്കും ഞാനിപ്പോൾ ഇന്ത്യയിൽ നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ ചെയ്യാൻ എൻ്റെ നാട്ടിലെ കമ്മ്യൂണിറ്റിയെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം ഞാൻ നിൽക്കുന്നത്. ഇതിൻ്റെ ഒരു റിസർച്ച് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വലിയ ഏരിയയാണ്. നമുക്ക് WHO അല്ലെങ്കിൽ അങ്ങനെയുള്ള വലിയ ഓർഗനൈസേഷൻസിലും റിസർച്ച്, ഇൻ്റർനാഷണൽ റിസർച്ചിൻ്റെ റിലേറ്റഡ് ആയിട്ടും ഒക്കെ ഒരുപാട് ഓപ്ഷൻസും ഓപ്പർച്യൂണിറ്റീസും നമുക്ക് കിട്ടും. പക്ഷേ എൻ്റെ ഒരു എയിം ഇതായിരുന്നുള്ളൂ, ഇപ്പോൾ പേഷ്യൻസിനെ കാണണം, അവർക്ക് വേണ്ടിയിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് സൈഡ് ഭയങ്കര സ്ട്രോങ് ആണ് കമ്മ്യൂണിറ്റി മെഡിസിനിൽ. അതുകൊണ്ട് ആണ് ഞാൻ മെയിനായിട്ടും നാട്ടിൽ നിന്നത്. പ്രധാനമായിട്ടും പറയുകയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ നാട്ടുകാർ, നമ്മുടെ റിലേറ്റീവ്സ് ആയിക്കോട്ടെ, എന്നെ സ്നേഹിക്കുന്ന ആളുകൾ, അവർക്കൊരു ചെറിയ ബുദ്ധിമുട്ട് വന്നാലോ അല്ലെങ്കിൽ ഒരു വലിയ ബുദ്ധിമുട്ടാണെങ്കിൽ അവർക്കൊരു ഗൈഡൻസ് കൊടുക്കുക, അവരുടെ ഒരു ഫാമിലി ഡോക്ടർ ആവുക. അതായിരുന്നു എൻ്റെ മെയിൻ ഡ്രീം. അത് ഞാനിവിടെ നിന്നെങ്കിൽ മാത്രമേ ആ ഒരു കാര്യം നടക്കുകയുള്ളൂ. അതാണ് മെയിനായിട്ടും ഇങ്ങനെ കമ്മ്യൂണിറ്റി മെഡിസിൻ എടുത്ത് ഞാൻ നാടിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു താല്പര്യം ഉണ്ടായത്. നമ്മൾ ആദ്യത്തെ നമ്മുടെ ടോക്കിൽ ഞാൻ ഓർമ്മിക്കുന്നൊരു കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ, എന്ത് ഡോക്ടറെന്ന് ചോദിച്ചപ്പോൾ നാടിൻ്റെ ഡോക്ടർ, ഒരാളുടെ ഡോക്ടറല്ല, ഒരു സമൂഹത്തിൻ്റെ, ഒരു നാടിൻ്റെ ഡോക്ടർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യം കണ്ടത് ഞാനൊരു ബിസിനസ്സുകാരനാണ്, അപ്പോൾ കൂടുതലും ബിസിനസ്സാണ് ചിന്തിക്കുക. അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തിന് അബ്രോഡല്ലേ കൂടുതൽ ചെയ്യുക? അല്ല സാർ, ഞാൻ എൻ്റെ നാട്ടിലാണ്, എൻ്റെ ഗ്രാമത്തിലാണ് എൻ്റെ ക്ലിനിക്കുള്ളതെന്ന് കേട്ടപ്പോൾ ഒരുപാട് അഭിമാനം തോന്നി. ഞാൻ 5 മിനിറ്റിൽ തീർക്കാമെന്ന് ഉദ്ദേശിച്ച നമ്മുടെ കോൺവെർസേഷൻ ഏകദേശം 1.5 മണിക്കൂറോളം നീണ്ടു. ഒരു സാമൂഹ്യ പ്രസക്തിയുള്ള വിഷയങ്ങളാണ് നമ്മളെപ്പോഴും നമ്മുടെ ഈ പോഡ്കാസ്റ്റിലൂടെ ചർച്ച ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിന്ന് ഇവിടെ ഇരിക്കുന്നത്. ഡോക്ടറെ, മെഡിവെൽ എന്നുള്ള ക്ലിനിക്ക് നമ്മുടെ കമ്മ്യൂണിറ്റി മെഡിസിനിൽ
സ്വന്തം നാട്ടിൽ സ്വന്തം ഗ്രാമത്തിൽ തുടങ്ങാനുണ്ടായ ചേതോ വികാരം എന്താണ്? എത്രത്തോളം വിജയസാധ്യത അതിൽ കണ്ടിരുന്നു? ഓക്കെ, ഇപ്പോൾ നമ്മൾ ഫാമിലി ഫിസിഷ്യനായിട്ടോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഫിസിഷ്യനായിട്ടോ നമുക്ക് തീർച്ചയായിട്ടും എൻ്റെ നാട്ടിൽ നിൽക്കാം. പക്ഷേ ഞാനൊരു സ്ഥാപനമായിട്ട് തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ട് അതിൽ തീർച്ചയായിട്ടും റിട്ടേൺ കിട്ടുക, ഈ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ഇപ്പം ഈവൻ ഞാൻ കാണുന്ന പേഷ്യൻസ് പോലും എന്നോട് ഇങ്ങോട്ട് ഡോക്ടർ ഇത് ഈ എറണാകുളത്തോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒക്കെ തുടങ്ങിയാൽ പോരായിരുന്നോ, അവിടെ ആകുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് നല്ലതായിട്ട് സേവനങ്ങളൊക്കെ കൊടുക്കാം, സാമ്പത്തികമായിട്ട് നല്ലൊരു ഭദ്രത കിട്ടും. പക്ഷേ എൻ്റെ എയിം അതല്ലല്ലോ. എൻ്റെ എയിം എന്ന് പറഞ്ഞാൽ എൻ്റെ നാടിന് ഒരു ഇത് കൊടുക്കുക എന്നുള്ളതായിരുന്നു ഗ്രേറ്റ് വിഷൻ, മെയിനായിട്ടുള്ളൊരു എയിം. അപ്പം അത് തീർച്ചയായിട്ടും ഞാൻ എൻ്റെ നാട്ടിൽ തുടങ്ങിയെങ്കിൽ മാത്രമേ അതിന് റിസൾട്ട് കിട്ടുള്ളൂ. ഞാൻ മറ്റൊരു സ്ഥലത്ത് ഇപ്പം എറണാകുളത്തോ അല്ലെങ്കിൽ മറ്റുള്ളതോ നോക്കി ഒരുപാട് ഹോസ്പിറ്റലുകളും ക്ലിനിക്കുകളും ഒക്കെ ഉണ്ട്. പക്ഷെ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് മെഡിവലിൻ്റെ ഒരു വിഷനും ഒരു ആശയം എന്ന് പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു അസുഖം വരുമ്പോൾ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളതല്ല. തീർച്ചയായിട്ടും അതുണ്ട്, പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു ഹെൽത്ത് കെയർ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു പറയുന്നൊരു കാര്യമുണ്ട്, ദർ ഇസ് ആൻ എൻഡ് ടു ക്യൂർ ബട്ട് ദർ ഈസ് നോ എൻഡ് ടു കെയർ. ക്യൂർ എന്നുള്ളൊരു കാര്യത്തിന് തീർച്ചയായിട്ടും ഒരു എൻഡ് ഉണ്ടോ, ഇതിനപ്പുറത്ത് ചെയ്യാൻ പറ്റില്ല. പക്ഷേ എത്രയൊക്കെ ചികിത്സ ഇല്ല എന്ന് പറഞ്ഞ കാര്യത്തിലാണ് കൊടുക്കുന്ന കെയറിന് ലിമിറ്റില്ല. അത് തീർച്ചയായിട്ടും അനന്തമായിട്ട് കിടക്കുകയാണ്. ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം പറയട്ടെ, മെഡിവലിൻ്റെ സ്ഥാപന ലക്ഷ്യങ്ങളിലൊന്ന് രോഗം വന്ന് ചികിത്സിക്കുന്നതിലുപരി രോഗം വരാതെ നോക്കുന്നതാണല്ലേ? എക്സാക്ട്ലി. ഞാനൊരു പ്രിവെൻറ്റീവ് ഫിസിഷ്യൻ എന്ന് പറഞ്ഞു. പ്രിവെൻഷൻ എന്ന് പറയുമ്പോഴത്തേക്കും പ്രിവെൻഷൻ ഓഫ് ഡിസീസാണ്, അസുഖങ്ങൾ വരാതെ ഇരിക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ എല്ലാ അസുഖത്തിനും ഒരു നോർമൽ സൈക്കിളിൽ പറയുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു റിസ്ക് ഫാക്ടറോ മറ്റെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും അസുഖം വരുന്നതിന് മുൻപത്തെ ഫേസിൽ. അപ്പോൾ നമ്മൾ ആ ഒരു ഫേസിനെ ഐഡൻറ്റിഫൈ ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു ഫേസ് വരാതെ നോക്കുക. അപ്പോൾ ആ ഒരു സമയത്ത് ഇൻ്റർവീൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ രോഗം എന്നുള്ളൊരവസ്ഥയിലേക്ക് പോകുന്നില്ല. രോഗം എന്നുള്ള അവസ്ഥയിൽ പോയി കഴിഞ്ഞാൽ പിന്നെയും അത് കുറേ നാൾ കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു കോംപ്ലിക്കേഷനിലേക്ക് പോകാം. കോംപ്ലിക്കേഷൻ വന്നിട്ട് പിന്നെ ആ പേഷ്യൻ്റ് ഒരു ഹൈ ICU കെയറോ അല്ലെങ്കിൽ ആ രീതിയിൽ ഓപ്പറേഷനോ ഒക്കെ വേണ്ടി വന്നേക്കാം. പക്ഷേ നമ്മൾ ഈ ഒരു രോഗം വരുമ്പോൾ തന്നെ ഏർലി ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീനിങ് എന്ന് പറയും. നമ്മൾ സിമ്പിളായിട്ട് 30 വയസ്സ് കഴിഞ്ഞ ഒരാളുടെ BP ഷുഗറും നോക്കി ഒരു ബോർഡർ ലൈനിലാണ് അല്ലെങ്കിൽ പ്രീ ഡയബറ്റിക് ഫേസ് ആണെന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ അവർക്ക് അതിൻ്റെ കറക്റ്റ് ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുക. എന്നാൽ ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുത്തില്ലെങ്കിൽ ഇവർ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കില്ല. ആ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി അവർ ഹെൽത്ത് എഡ്യൂക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ അസുഖത്തിലേക്ക് പോകുന്നതിനെ തടയാൻ പറ്റും. അല്ലെങ്കിൽ 2 വർഷത്തിൽ അസുഖം എത്തേണ്ട ആളെ നമ്മൾ മാക്സിമം പുഷ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇനി അഥവാ എന്തെങ്കിലും കാരണവശാൽ അസുഖം വന്നു, കോംപ്ലിക്കേഷൻ വന്നു, ഇതുകൊണ്ട് എങ്ങനെ ബെസ്റ്റായിട്ട് ജീവിക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് അവർക്ക് ട്രെയിനിങ് കൊടുക്കും. അപ്പോൾ ഞങ്ങൾ ശരിക്കും ഈ രോഗത്തിന് ഡിറ്റർമിനൻസ് ഉണ്ട്. ഹെൽത്തിൻ്റെ ഒരു ഡിറ്റർമിനൻസ് എന്ന് പറയുമ്പം ഫിസിക്കൽ ഡിറ്റർമിനൻ്റാണ് നമ്മൾ നോക്കുക, ലക്ഷണങ്ങൾ, ബുദ്ധിമുട്ടുകൾ. അതല്ലാതെ ഒരു മെൻ്റൽ ഹെൽത്തിൻ്റെ കാര്യമായിക്കോട്ടെ, എൻവയോൺമെൻറ്റൽ ഡിറ്റർമിനൻസ് ആയിക്കോട്ടെ, ഫൈനാൻഷ്യൽ. ഇപ്പം ഒരു രോഗി വരുന്നു, അവർക്ക് ഞാൻ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു മരുന്ന് കൊടുക്കുന്നു. പക്ഷേ അവർ ഒരു സാധാരണക്കാരനാണ്, നിത്യത്തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ്. അവർക്ക് ഈ മരുന്ന് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അവർ 3 ദിവസം കഴിഞ്ഞ് പിന്നെ നിർത്തും. പക്ഷെ അത്രയും എഫക്റ്റീവ് ഒന്നും അല്ല, അതിനെക്കാട്ടിൽ താഴെയുള്ള മരുന്നാണ്. പക്ഷേ കോസ്റ്റ് എഫക്റ്റീവാണ്. ആ വ്യക്തിക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റും. ആ വ്യക്തിക്ക് ഇത് മരുന്ന് വാങ്ങിക്കാൻ തൊട്ടടുത്തുള്ള കടയിൽ നിന്ന് അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ എന്ത് പറ്റും? കംപ്ലയിൻസ് കൂടും. ഈ വ്യക്തി ആ മരുന്ന് റെഗുലറായിട്ട് കഴിക്കാൻ തുടങ്ങും, അതിൻ്റെ റിസൾട്ടും കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട്. ഈ ഹെൽത്തിൻ്റെ നോക്കുമ്പം ബെസ്റ്റ് കെയർ, ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്നുള്ളത് മാത്രമല്ല, പല ഡിറ്റർമിനൻസ് കവർ ചെയ്യാനായിട്ടാണ് നോക്കുന്നത്. ഒബ്വിയസ്ലി ഈ ഒരു കമ്മ്യൂണിറ്റി മെഡിസിൻ അല്ലെങ്കിൽ പ്രിവെൻറ്റീവ് മെഡിസിൻ്റെ കീ ആയിട്ടുള്ളൊരു പ്രിൻസിപ്പിൾ ഇതാണ്, എല്ലാ ഡിറ്റർമിനൻസ് ഓഫ് ഹെൽത്ത് നോക്കുക. അതിലേറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് എഡ്യൂക്കേഷൻ. കാരണം ലിറ്ററസി ഉള്ള ഒരാളെടുത്ത് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാം. അപ്പം ഇപ്പോൾ പറയുന്നല്ലോ, സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് എഡ്യൂക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ടും കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒരു ബെറ്റർ ഹെൽത്ത്, ഒരു രാജ്യത്തിൻ്റെ പോലും മൊത്തത്തിലുള്ള ഒരു ശ്രേഷ്ഠത മനസ്സിലാക്കുന്നത് ഈ ഹെൽത്ത് ഡിറ്റർമിനൻസ് വെച്ചിട്ടാണ്. മെറ്റേണൽ മോർട്ടാലിറ്റി റേഷ്യോ അല്ലെങ്കിൽ ശിശുമരണ നിരക്ക്, ഇതൊക്കെ പണ്ടത്തെ ഒരു രീതിയല്ല ഇന്ന്, പ്രത്യേകിച്ച് കേരളത്തിൽ. അത് കുറയുന്നു എന്ന് പറയുമ്പോൾ ഓവറോൾ അവിടുത്തെ ഒരു വെൽബീയിങ് ബെറ്റർ ആവുന്നു എന്നാണ്. നോട്ട് ഓൺലി ഇൻ ഹെൽത്ത് അല്ലെങ്കിൽ മറ്റുള്ള ഏരിയാസിലെല്ലാം തന്നെ അതിൻ്റെ ഒരു ബെറ്റർമെൻറ്റ് നമുക്ക് മനസ്സിലാവും, വികസിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു അടയാളം തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇതിൽ കൂടുതലായിട്ട് ഇൻവോൾവ് ചെയ്യുന്ന ഒരു ഡിറ്റർമിനൻസും നാടിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളും. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, അത് സാധാരണക്കാരൻ്റെ സംശയമാണ്. രോഗം വരാതെ നോക്കുന്നതാണ് ചികിത്സിക്കുന്നതിനേക്കാൾ രോഗം വന്ന് ചികിത്സിക്കാൻ നല്ലത്. അതെ, അതാണ് നമ്മുടെ കമ്മ്യൂണിറ്റി മെഡിസിനും പ്രിവെൻറ്റീവ് മെഡിസിനും. ശരിക്കും നിങ്ങളുടെ ഈ ഒരു മേഖലയിലൊരു ബുദ്ധിമുട്ടുണ്ടാകില്ലേ, ഒരു ബിസിനസ് വൈസ് നോക്കുകയാണെങ്കിൽ? ഇല്ല, അതൊരിക്കലും. ഇപ്പോൾ ഇന്ത്യയിലെ കാര്യം നോക്കുകയാണെങ്കിൽ
ഇന്ത്യയിൽ പോപ്പുലേഷൻ വെച്ച് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും ഇൻഅപ്രോപ്രിയേറ്റ് ഡിസ്ട്രിബ്യൂഷനാണ്. ശരിക്കും ഡോക്ടേഴ്സിൻ്റെയൊക്കെ നീഡ് വളരെ കൂടുതലാണ്. നമ്മുടെ പോപ്പുലേഷൻ്റെ ആ എണ്ണത്തിനനുസരിച്ചുള്ള ഡോക്ടേഴ്സ് ഇല്ല. അതെയോ? എന്നാൽ ചില സ്ഥലങ്ങളിൽ ക്രൗഡായിട്ട് ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട്. അത് ചില ഏരിയാസിൽ മാത്രം. ഇപ്പം ഒരു ആശുപത്രിയുടെ ഉദാഹരണം എടുക്കാമെന്ന് വെച്ചു. ഒരു ആശുപത്രിയിൽ 2 കാർഡിയോളജിസ്റ്റ് ഉണ്ട്. അവിടെ ഒരു 3-ാമതും 4-ാമതും കാർഡിയോളജിസ്റ്റ് വന്നാൽ നമുക്ക് അവിടെ നീഡ് വരില്ല. പക്ഷെ അവിടുത്തെ ജനറൽ ഒ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആളുകളായിരിക്കും. അപ്പോൾ അവിടെ നമുക്ക് കൂടുതൽ MBBS ഡോക്ടേഴ്സ് വേണം, കൂടുതൽ ഫാമിലി ഫിസിഷ്യൻസ് വേണം. ആ ഒരു നീഡ് കൂടുതലാണ്. പക്ഷേ അവിടെ ആളുകൾ കുറയ്ക്കുക, കൂടുതൽ സ്പെഷ്യലൈസേഷനിലേക്ക് പോകുമ്പോൾ ഈ ജനറൽ കെയർ ആര് കൊടുക്കും? അപ്പോൾ എന്താ, ചെറിയൊരു തലവേദന വന്നാലും അവർക്ക് തൊട്ടടുത്തൊരു ഡോക്ടർ, ഒരു ഫിസിഷ്യൻ ഉണ്ടെങ്കിൽ അവരെ പോയി കണ്ട് മനസ്സിലാക്കി വേണ്ട ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. ഇനിയല്ല ആ തലവേദന ഒരു സ്പെഷ്യലിസ്റ്റ് നോക്കേണ്ടതാണെങ്കിൽ അവർ പറയും ഇന്ന കാര്യം കൊണ്ട് പരിശോധിക്കണം, ഒരു ന്യൂറോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ മറ്റൊരു ഹയർ സെൻറ്ററിൽ പോകാൻ പറഞ്ഞാൽ അന്നേരം പോകണം. അതാണ് സിസ്റ്റം എന്ന് പറയുന്നത്. ഒരു പ്രൈമറി കെയർ ആദ്യം കൊടുക്കുക, സെക്കൻഡറി കെയർ, ടെർഷറി കെയർ. അപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ശരിക്കും ഈ പ്രൈമറി കെയർ വളരെ വീക്കാണ്. ഗവൺമെൻറ് സെൻറ്റേഴ്സ് ഉണ്ട്, പ്രൈമറി ഹെൽത്ത് കെയറുകളും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി സെൻറ്റേഴ്സും ഒക്കെ ഉണ്ട്. പക്ഷേ പ്രൈവറ്റ് മേഖലയിൽ വരുമ്പോൾ വളരെ ചുരുക്കം, എല്ലാം മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് ആണ്. പക്ഷേ അവിടെ കൊടുക്കുന്ന കെയർ എന്ന് പറയുമ്പോൾ ഈ ഒരു സെക്കൻഡറി ടെർഷറി കെയർ ആണ്. പ്രാഥമിക ആരോഗ്യം എന്ന് പറഞ്ഞ രേഖയിൽ ഇപ്പോഴും വേക്കൻ്റ് ആയിട്ട് കിടക്കുക. ഈ നമ്മുടെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ 80% ആൾക്കാരും ആശ്രയിക്കുന്ന പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ തന്നെയായിരിക്കും അല്ലേ? അതെ. അപ്പോൾ ഈ 80%-ൽ ഞാൻ കണ്ടൊരു കാര്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ ഒരു 10 കൊല്ലത്തിൽ കണ്ടൊരു കാര്യം, ഡോക്ടർ പറഞ്ഞ പോലെ ഒരു തലവേദന വരികയാണെങ്കിൽ ഈ രോഗി തീരുമാനിക്കുകയാണ് ന്യൂറോ സർജനെ കാണണമെന്ന്, അല്ലേ? അതാണ് സംഭവിക്കുന്നത്. ഒരു മുട്ടുവേദന വന്നാൽ, ഒരു കാലുവേദന വന്നാൽ നമ്മൾ ഓർത്തോ സർജനെ കാണണമെന്ന് രോഗി അങ്ങ് തീരുമാനിക്കുകയാണ്, അവരാണ്. പക്ഷെ അതിനാദ്യം നമ്മളൊരു പ്രൈമറി ഒരു ഹെൽത്ത് സെൻ്ററിലോ അല്ലെങ്കിൽ ഒരു ഫാമിലി ഡോക്ടറെ കാണിച്ചിട്ട്, അല്ലേ? അതല്ലേ ശരിക്കും വേണ്ടത്? തീർച്ചയായിട്ടും ഒരു അവയർനെസ് സമൂഹത്തിൽ നമ്മൾ കൊടുക്കണ്ടേ? അവയർനെസ് കൊടുക്കും. അതാണ് ഞാൻ ആദ്യം പറഞ്ഞ ഒരു ഹെൽത്ത് എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. പിന്നെ ഇപ്പോൾ നമ്മൾ സാർ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ വളരെ കൂടുതലാണ്. പക്ഷേ OP സേവനങ്ങൾക്ക് ഇൻഷുറൻസ് വളരെ കുറവാണ്. IP ആയിട്ട് കിടത്തുന്ന കേസുകളിൽ ഇൻഷുറൻസ് കിട്ടുകയേക്കാം, പക്ഷേ OP ആയിട്ട് പോകേണ്ട കേസുകൾക്ക് ഇൻഷുറൻസ് കുറവാണ്. ഒരു ഹോസ്പിറ്റലിൽ വരുന്ന ഒരു 60% മുകളിലും ഈ ഔട്ട് പേഷ്യൻ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഹാൻഡിൽ ചെയ്ത് പോകുന്ന കേസുകളാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അതൊരു സ്റ്റെപ്പ് വൈസ് പ്രൈമറി ഹെൽത്ത് കെയർ, സെക്കൻഡറി ഹെൽത്ത് കെയർ, ടെർഷറി ഹെൽത്ത് കെയർ എന്നുള്ള ആ ഒരു ഡിമാർക്കേഷൻ വേണം. അപ്പോൾ പ്രൈമറിയിൽ പോകേണ്ടവർ പ്രൈമറിയിൽ പോവാം. അവിടുന്ന് കെയർ, എക്സ്പേർട്ട് കെയർ വേണം എന്നുള്ള പേഷ്യൻസ് മാത്രമേ ഈ സെക്കൻഡറിയിലും ടെർഷറിയിലും പോകാൻ പാടുള്ളൂ. ഒരു നിബന്ധന വെക്കണം, അല്ലേ? ആ ഒരു നിബന്ധന വേണം. ഗവൺമെൻറ്റിൽ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട്, പക്ഷേ എല്ലാവരും ഫോളോ ചെയ്യുന്നില്ല. ഒരു വലിയൊരു സമൂഹം ഗവൺമെൻറ്റിലല്ല, പ്രൈവറ്റിലാണ് പോകുന്നത്. അപ്പോൾ ആ പ്രൈവറ്റിലും ഈ ഒരു സിസ്റ്റം നമ്മൾ കൊണ്ടുവരിക. അപ്പോൾ അവിടെ വലിയ സെൻറ്ററിലേക്ക് ആളെ കൊണ്ടുപോകാനുള്ള ഒരു ചെറിയ ഒരു മുറി ആവരുത് ഈ പറഞ്ഞ പ്രൈമറി ഹെൽത്ത് സെൻറ്റർ എന്ന് പറയുന്നത്. അവിടെ കൊടുക്കേണ്ട കെയർ അവിടെ തന്നെ കൊടുക്കണം. അതിൽ പറ്റാത്തത് മാത്രമാണ് ഹയർ സെൻറ്ററിലേക്ക് പോകേണ്ടത്. വലിയൊരു മെസ്സേജാണിത്. വലിയൊരു മെസ്സേജാണ്. കാരണം ഇത് നമുക്ക് ശരിക്കും ഒരു ഗവൺമെൻറ് തലത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. തീർച്ചയായിട്ടും. അല്ല, ഗവൺമെൻറ് തലത്തിലേക്ക് വരികയാണെങ്കിൽ എന്താ വെച്ചാൽ ഇപ്പോൾ പ്രൈമറി ഹെൽത്ത് സെൻ്ററുണ്ട്, ഫാമിലി ഹെൽത്ത് സെൻ്ററുണ്ട്, അതിന് മുകളിൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ, താലൂക്ക് ഹോസ്പിറ്റൽ, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ, ജനറൽ ഹോസ്പിറ്റൽ, മെഡിക്കൽ കോളേജ്, ഇങ്ങനെയാണ് അതിൻ്റെ ഒരു സ്റ്റെപ്പ് പോകുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു MBBS കഴിഞ്ഞൊരു ഡോക്ടർ MD പഠിക്കുന്നതിന് മുമ്പ് എക്സാം എഴുതുന്നു. അവർക്ക് ജോലി കിട്ടുന്നത് MD ഒക്കെ പഠിച്ച് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അവർ ഗൈനക്കോളജിസ്റ്റ് ആയി എന്ന് വെച്ചു. ഗൈനക്കോളജിസ്റ്റ് ആയതിനു ശേഷം അവർക്ക് ഒരു റൂറൽ ഏരിയയിൽ പ്രൈമറി ഹെൽത്ത് സെൻ്ററിൽ ജോലി കിട്ടുന്നു, അവിടെ പോയി ജോലി ചെയ്യുന്നു. അവരുടെ ആ ഒരു കഴിവിനെയും ആ ഒരു എക്സലൻസിനെയും ഒന്നും അവിടെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം ഒരു ഗൈനക്കോളജിസ്റ്റ് അവിടെ വന്ന് PHCയിൽ ഇരിക്കേണ്ട കാര്യം ഇല്ല. ആ PHC ആരാണ് നടത്തുന്നത്? ജനങ്ങളുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഡോക്ടർ. അങ്ങനെയുള്ള ഒരു ഡോക്ടറാണ് ഈ പറഞ്ഞ കമ്മ്യൂണിറ്റി മെഡിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ PHC കഴിഞ്ഞ് അടുത്ത ലെവലിലേക്ക് വരുമ്പോൾ CHC എന്ന് പറയും. ഇൻ ബിറ്റ്വീൻ ഒരു FHC ഉണ്ട്. ഇപ്പോൾ CHCയിലേക്ക് വരുമ്പോൾ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിലേക്ക് വരുമ്പം അവിടെ കുറച്ചുകൂടെ മൾട്ടിപ്പിൾ കേസ്, അതായത് PHCയിൽ നിന്ന് റെഫർ ചെയ്യുന്ന കേസുകൾക്ക് അങ്ങോട്ട് വരാം. അപ്പോൾ കുറച്ചുകൂടെ ക്ലിനിക്കൽ എക്സലൻസ് ഉള്ള ഡോക്ടേഴ്സ്, അതായത് ഫാമിലി മെഡിസിൻ എന്നൊക്കെ പറഞ്ഞിട്ട് MD അല്ലെങ്കിൽ DNB ഫാമിലി മെഡിസിൻ, അവർ ഈ പറഞ്ഞ പല മേഖലയിലും എക്സ്പേർട്ടാണ്. ഇപ്പോൾ സർജിക്കൽ ആയിട്ടുള്ളതാണെങ്കിലും എല്ലാത്തിലും എക്സ്പേർട്ട്. അവർക്ക് അവിടെ ടേക്ക് കെയർ ചെയ്യാം. വീണ്ടും ഒരു എക്സ്പേർട്ട് കെയർ വേണ്ടത് മാത്രമാണ് അതിലേക്ക് പോകേണ്ടത്. അപ്പം നമ്മുടെ നാട്ടിൽ ഒരുപാട് കമ്മ്യൂണിറ്റി മെഡിസിൻ ഡോക്ടേഴ്സ് ഉണ്ട്. മെജോറിറ്റി ആൾക്കാരും ഈ പുറത്ത് പോകുന്നതല്ലേ പറയുന്നത്, നാട്ടിലുള്ളവർ തന്നെ മെഡിക്കൽ കോളേജിൽ പഠിപ്പിക്കാനായിട്ട് ഉള്ള ജോലിയാണ് കൂടുതലും തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ വളരെ സേഫാണ്. 9 മണിക്ക് പോവുക, 5 മണിക്ക് വരിക, ക്ലാസ്സുകൾ എടുക്കുക, റിസർച്ച്, അത്രേ ഉള്ളൂ. പക്ഷേ ഒരു ചേഞ്ച് ഈ ഒരു നാട്ടിൽ ഭൂമിയിൽ വരുത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇറങ്ങി പ്രവർത്തിക്കുക എന്ന് പറയുമ്പോഴത്തേക്കിനും ഈ ഒരു രീതി വരണം. അത് ഗവൺമെൻറ് തലത്തിലെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനിത് പറഞ്ഞത്. തീർച്ചയായിട്ടും ഈ ഒരു സെഗ്രിഗേഷൻ ഉണ്ട്. ഈ ഒരു രീതിയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ
ആ ആളുകളുടെ കഴിവിനെ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യാം. അപ്പോൾ ഈ ഗൈനക്കോളജിസ്റ്റും സ്പെഷ്യലിസ്റ്റുകളും ഒക്കെ താലൂക്ക് ഹോസ്പിറ്റലിൽ മാക്സിമം ഫോക്കസ് ചെയ്താൽ അവിടെ ബെസ്റ്റ് കെയർ നമുക്ക് കൊടുക്കാൻ പറ്റും. എന്നിട്ട് ഈ PHCയും CHCയും ഷുഡ് ബി ഹാൻഡിൽഡ് ബൈ കമ്മ്യൂണിറ്റി ഫിസിഷ്യൻസും ഫാമിലി ഫിസിഷ്യൻസും ഒക്കെയാണ് അത് ഹാൻഡിൽ ചെയ്യേണ്ടത്. ഡോക്ടർ, എന്താണ് ഈ മെഡിവൽ ഹെൽത്ത് അക്കാഡമി? ഇപ്പം മെഡിവൽ, ഞാൻ പറഞ്ഞു, മെഡിവലിൻ്റെ വാക്കിൻ്റെ അർത്ഥം മെഡിക്കൽ ആൻഡ് വെൽനെസ്. അതായത് രോഗം വന്നിട്ടുള്ളതിൻ്റെ ചികിത്സയും രോഗം വരാതിരിക്കുക രണ്ടും കൂടെ ചേർന്നിട്ടുള്ള ഒരു സയൻറ്റിഫിക് എവിഡൻസ് ബേസ്ഡ് ട്രീറ്റ്മെൻ്റ് ആണ് മെഡിവൽ ക്ലിനിക്കിൽ. അപ്പോൾ ഞാൻ മണിപ്പാലിലാണ് എൻ്റെ MD ഒക്കെ പഠിച്ചത്, കസൂബ മെഡിക്കൽ കോളേജ് മണിപ്പാൽ. അതിനുശേഷം അവിടെ തന്നെ ഫാക്കൽറ്റി ആയിരുന്നു. അപ്പോൾ ഇതിനൊക്കെ മുന്നേ തന്നെ ഞാൻ ക്ലിനിക്ക് തുടങ്ങിയിരുന്നു. ഈ ഒരു വിഷൻ, അതായത് ക്ലിനിക്ക് തുടങ്ങിയത് ഞാൻ പറഞ്ഞില്ല, ഞാൻ MBBS കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ 3 കൊല്ലം ഗവൺമെൻറ് ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ ആ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു പ്രൈവറ്റ് പ്രാക്ടീസ് ആണ്. വീട്ടിൽ പേഷ്യൻസ് വരുന്ന ആളുകളെ നമ്മൾ കണ്ട് അവർക്ക് വേണ്ട കെയർ കൊടുത്തു വിടുന്നുണ്ട്. അപ്പം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ റിസൈൻ ചെയ്യുന്നത് ഈ കോവിഡിൻ്റെ ആ ഒരു സമയത്താണ്. അന്നേരമാണ് ഞാൻ PGക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ടിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ചെറിയ രീതിയിലാണ് ഒരു ക്ലിനിക്ക് തുടങ്ങിയത്. കാരണം ഞാൻ PG എടുത്ത് ഇവിടുന്ന് പോയി കഴിയുമ്പോൾ ഞാൻ കൊടുത്തുകൊണ്ടിരുന്ന കെയർ ഇവിടുന്ന് നഷ്ടമാവരുത്. അതുകൊണ്ട് ഒരു സ്ഥാപനം ചെറുതായിട്ട് തുടങ്ങി വെക്കുക. അവിടെ വേറെ ഡോക്ടേഴ്സും ഞാനും കൂടെ ഇരുന്നു. പിന്നെ മെല്ലെ എൻ്റെ ടൈം കുറച്ച് ഞാൻ കൂടുതൽ പഠനത്തിലേക്ക് ഫോക്കസ് ചെയ്യുകയും എക്സാമിന് വേണ്ടിയിട്ട് പോവുകയും ചെയ്തു. പിന്നീട് ഞാൻ മണിപ്പാലിലേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ ഒരു ഫീൽഡിൽ പോയി കഴിഞ്ഞാൽ ഞാൻ മണിപ്പാലിലോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ എൻ്റെ ഒരു വിഷൻ അല്ലെങ്കിൽ എയിമിലേക്ക് എത്തില്ല. അപ്പോൾ അതിന് തീർച്ചയായിട്ടും ഐ ഹാവ് ടു കം ബാക്ക്, നാട്ടിലേക്ക് തന്നെ തിരിച്ചു വരണം, കൂടുതൽ ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് നമ്മുടെ കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ക്ലിനിക്ക് ഇട്ടിട്ട് പോയി. അത് 1-2 സ്റ്റെപ്പായിട്ട് നമ്മൾ നമ്മുടെ തന്നെ സ്ഥലത്തൊരു പെർട്ടിക്കുലർ ബിൽഡിങ്ങിൽ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ അക്കാഡമി തുടങ്ങുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുമ്പോൾ എനിക്ക് പഠിപ്പിക്കാൻ ഭയങ്കര താല്പര്യമാണെന്ന് അന്നേരം മനസ്സിലായത്. MD പഠിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് MBBS പഠിക്കുന്ന ആളുകളെയും ഒക്കെ പഠിപ്പിക്കണം. MD കഴിഞ്ഞ് ഫാക്കൽറ്റി ആകുമ്പം മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സിലാണെങ്കിലും ഒക്കെ ആൾക്കാരെ നമ്മൾ പഠിപ്പിക്കണം. അത് പ്രിവെൻറ്റീവ് മെഡിസിൻ, റിസർച്ച്, ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് പഠിപ്പിക്കാനും കാര്യങ്ങളൊക്കെ ഭയങ്കര താല്പര്യമാണ്. അതുകൊണ്ട് തന്നെ അപ്പോൾ ഉണ്ടായൊരു ആശയമാണ് അക്കാഡമിയോ അങ്ങനെ എന്തെങ്കിലും എൻ്റെ സൈഡിൽ നിന്ന് തുടങ്ങണം. ഇല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും മെഡിക്കൽ കോളേജുമായിട്ട് ഒന്ന് പാർട്ട് ടൈം ആയിട്ടെങ്കിലും അസോസിയേറ്റ് ചെയ്യണം. കാരണം എനിക്ക് പഠിപ്പിക്കാൻ ഇഷ്ടമാണ്, അത് സന്തോഷമാണ്. അത് കഴിയുമ്പോൾ ഐ എം വെരി ഹാപ്പി. അൾട്ടിമേറ്റ്ലി അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഉറങ്ങാൻ കിടക്കുമ്പോൾ സന്തോഷം വരിക എന്നുള്ളതാണല്ലോ, അല്ലെങ്കിൽ സമാധാനം ഉണ്ടാവുക എന്നുള്ളതാണ് വേണ്ട ഒരു കാര്യം. അപ്പോൾ ആ ഒരു വിഷൻ കിടപ്പുണ്ടായിരുന്നു. പല കാര്യങ്ങളും ഇങ്ങനെ അക്കാഡമീസിനെ കുറിച്ച് ഇങ്ങനെ പഠിക്കാൻ തുടങ്ങി, മനസ്സിലാക്കാൻ തുടങ്ങി. പിന്നീടാണ് നമ്മൾ NSDC നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്ററിൻ്റെ അഫിലിയേഷൻ എടുത്ത് അക്കാഡമി രൂപത്തിൽ നമ്മൾ അതിനെ ഒന്ന് ചെയ്തത്. അപ്പോൾ അതിനകത്ത് നമ്മളിപ്പോൾ തുടങ്ങുന്നതെന്ന് പറയുമ്പോഴത്തേക്കിനും എൻ്റെ കീ ഏരിയാസ് ഉണ്ട്. ഒന്ന് ഈ പ്രിവെൻറ്റീവ് മെഡിസിൻ, ലൈഫ് സ്റ്റൈൽ മെഡിസിൻ. അതിൽ തന്നെ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഡയബറ്റീസ് ആണ്. അപ്പോൾ ഡയബറ്റീസിൻ്റെ പ്രിവെൻഷൻ, ഡയബറ്റീസിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഒരു ഡോക്ടർ വെറുതെ ഇരുന്നിട്ട് മരുന്ന് എഴുതി കൊടുത്താൽ ശരിയാവുന്നൊരു കാര്യമല്ല. ഡയബറ്റീസ്, പ്രമേഹം, നമ്മൾ പ്രമേഹത്തിൻ്റെ ക്യാപിറ്റൽ എന്ന് വേണം ഇപ്പോൾ പറയാം. അതിന് എനിക്കൊരു ടീം വേണം, അതിനൊരു ഡയറ്റീഷ്യൻ വേണം, ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് വേണം, ഒരു ഹെൽത്ത് എഡ്യൂക്കേറ്റർ വേണം. അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്കൊക്കെ ആൾക്കാരെ വരാൻ അവരെ ട്രെയിൻ ചെയ്യുക. അതായത് ഡയറ്റീഷ്യൻസ് ആണെങ്കിലും ഇതിൽ മാക്സിമം ഫോക്കസ് കൊടുത്ത് ട്രെയിൻ ചെയ്യുക. രണ്ടാമത് റിസർച്ച് എൻ്റെ ഒരു മെയിൻ ഏരിയയാണ്. ഞാൻ ഡേറ്റ അനലിറ്റിക്സ് ചെയ്യും, റിസർച്ച്, പലതരത്തിലുള്ള പഠനങ്ങൾ, സ്റ്റാറ്റിസ്റ്റിക്സ്, ബയോസ്റ്റാറ്റിസ്റ്റിക്സ്, ഈ കാര്യങ്ങളും ഒക്കെ അറിയാവുന്നതുകൊണ്ട് ഇതിൽ ഡോക്ടേഴ്സിന് ട്രെയിനിങ് കൊടുക്കുക, അല്ലെങ്കിൽ ഹെൽത്ത് മേഖലയിലുള്ള ആളുകൾക്ക് അതിനെക്കുറിച്ച് പഠിപ്പിച്ചു. അപ്പോൾ ഇതൊക്കെ ഞാൻ ഓൺലൈൻ വെബിനാർസായിട്ടും വർക്ക്ഷോപ്പുകളായിട്ടും ഒക്കെ നടത്തിക്കൊണ്ടിരുന്നു. ഇതിനെല്ലാം കൂടെ ഒന്ന് ക്രോഡീകരിച്ച് ഒരു സ്ഥലത്തേക്ക്, ഒരു പോയിന്റിലേക്ക് കൊണ്ടുവന്നതാണ് മെഡിവൽ ഹെൽത്ത് ഒരു സിലബസ് പോലെയാക്കി അല്ലേ അക്കാഡമി എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ നമ്മൾ NSDC അണ്ടറിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു കോഴ്സും കൂടി അഫിലിയേഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഞാൻ മനസ്സിലാക്കിയ ഒരുപാട് സ്ഥലങ്ങളിൽ 2-3 മാസമൊക്കെ കോഴ്സ് കഴിഞ്ഞിട്ട് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് വരുന്നു, ഒന്നും അറിയില്ല കുട്ടികൾക്ക്. അപ്പം ഞാനിപ്പം ഉദ്ദേശിക്കുന്ന ഒരു 1 ഇയർ എങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ, അതും പ്രത്യേകിച്ച് ഇപ്പം +2 കഴിഞ്ഞു അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞു, വീട്ടിലിരിക്കുക, ജോലി ചെയ്യാൻ താല്പര്യമുണ്ട്, അവർക്കൊരു ഓപ്പണിങ് കിട്ടണം, അങ്ങനെയൊക്കെ ഉള്ളവർക്കാണ് ഞാൻ കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത്. +2 കഴിഞ്ഞവർക്കും കൊടുക്കാം, എങ്കിലും അവർക്ക് മാക്സിമം തിയറിയും പ്രാക്ടിക്കലും നമ്മുടെ തന്നെ ക്ലിനിക്സിലും നമ്മുടെ തന്നെ സെൻറ്റേഴ്സിലും നിന്ന് അവർക്ക് പഠിക്കാം. പിന്നെ വലിയ സെൻറ്റേഴ്സിൽ പോകണമെങ്കിൽ അതിനുള്ള ഇൻറ്റേൺഷിപ്പും ചെയ്യുകയും, ഞാൻ 10 പേരാണെങ്കിലും ആ 10 പേർക്ക് അവരുടെ വിഷനിൽ എത്തിച്ചു കൊടുക്കുക, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇപ്പോൾ റീസെൻ്റായിട്ട് നമ്മൾ യൂറോപ്യൻ സൊസൈറ്റിയുമായിട്ടൊക്കെ ഒരു ഡിസ്കഷൻ നടന്നിട്ടുണ്ടായിരുന്നു. UK ബേസ്ഡ് ആയിട്ടുള്ള നമ്മുടെ ഒരു ഡോക്ടറും ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നിട്ട് ലൈഫ് സ്റ്റൈൽ മെഡിസിൻ്റെ ഒരു കോഴ്സ് തുടങ്ങി. ലൈഫ് സ്റ്റൈൽ മെഡിസിൻ. കാരണം ഇന്ത്യയിൽ ഇന്നിപ്പം ഡയബറ്റീസും ലൈഫ് സ്റ്റൈൽ ഡിസീസും ഒരുപാട് കൂടുതലാണ്. ഗ്ലോബൽ ബേർഡൻ ഓഫ് ഡിസീസ് എന്ന് പറഞ്ഞൊരു പഠനമുണ്ട്.
ആ പഠനത്തിൽ പണ്ടത്തെ കാര്യങ്ങളും ഇപ്പോഴത്തെ കാര്യങ്ങളും ഒക്കെ മനസ്സിലാവും. പണ്ട് ഈ പകർച്ചവ്യാധികളൊക്കെ ആയിരുന്നു ഒരുപാട് കൂടുതൽ. ഇന്ന് നമ്മളൊരു ട്രിപ്പിൾ ബേർഡനാണ്. പകർച്ചവ്യാധികളുണ്ട്, പക്ഷെ അത് വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ജീവിതശൈലി രോഗങ്ങൾ ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഇതിനെ ജീവിതശൈലി എന്ന് പറയുമ്പോൾ അതിന് പല കാര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ മെൻ്റൽ ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്ത്, അല്ലാതെ എക്കണോമിക് ആയിട്ടുള്ള വെൽബീയിങ് വരുന്നുണ്ട്, സ്ലീപ്പ് വരുന്നുണ്ട്, ഹാബിറ്റ്സ് വരുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ സൈക്കാട്രി, അതുപോലെ തന്നെ ജനറൽ മെഡിസിൻ, ഇങ്ങനെ പല ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ചെറിയ പാർട്സാണ്. അപ്പോൾ നമ്മൾ ഇതിനെല്ലാം കൂടി ഒന്ന് ക്രോഡീകരിച്ച് ഒരു മോഡ്യൂൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആ മോഡ്യൂൾ വെച്ച് നമ്മൾ പാൻ ഇന്ത്യ ലെവലിൽ ഡോക്ടേഴ്സിനുള്ള, അതായത് MBBS കഴിഞ്ഞ ഡോക്ടേഴ്സിനോ അല്ലെങ്കിൽ MD എടുത്ത് വേറെ ഏതെങ്കിലും സ്പെഷ്യാലിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സിനും ഈ ലൈഫ് സ്റ്റൈൽ മെഡിസിനിൽ ഒരു 3 to 6 months ട്രെയിനിങ് കൊടുക്കുക. ഓൺലൈനായിട്ടാണ് കൊടുക്കുന്നത്. കാരണം ഒരിക്കലും ഡോക്ടേഴ്സിന് അവരുടെ പ്രാക്ടീസ് വിട്ടിട്ട് വരാനായിട്ട് പറ്റില്ല. പക്ഷേ ഇപ്പോൾ ഉള്ള എല്ലാ ഗൈഡ് ലൈൻസും കാര്യങ്ങളും ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ളത്. ഇപ്പോൾ ഇൻ്റർനാഷണൽ ലൈഫ് സ്റ്റൈൽ മെഡിസിൻ കോഴ്സുകളുണ്ട്. അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അത് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ആണ്. അപ്പം നമ്മുടെ നാട്ടിലെ കാര്യങ്ങൾ വേണം നമ്മൾ മനസ്സിലാക്കാൻ. നാട്ടിലെ ഇന്ന ഡിസീസിൻ്റെ പ്രിവലൻസ്, ഏത് ഡിസീസിനാണ് കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഗവൺമെൻറ് പോലും ഫണ്ട് എങ്ങനെ വേണം യൂട്ടിലൈസ് ചെയ്യാൻ, പ്രയോറിറ്റി കൂടുതൽ കോസ്റ്റ് എഫക്റ്റീവ്നെസ് നോക്കണം. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ആ ഒരു എഫേർട്ടും അല്ലെങ്കിൽ ആ ഫണ്ടും അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സും ഒക്കെ ഏറ്റവും എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യണം. അപ്പോൾ ആ ഒരു മേഖല ഗ്യാപ്പ് ഉണ്ട്. ഇപ്പോൾ ഒരു MD ഇല്ല, അല്ലെങ്കിൽ ഒരു അക്രഡിറ്റഡ് ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ മെഡിസിൻ കോഴ്സ് ഇല്ല. ഐ തിങ്ക് വെള്ളൂരിൽ മറ്റൊരു കോഴ്സ് ഉണ്ട്, പക്ഷേ അവിടെ ഒരു അഡ്മിഷൻ കിട്ടണമെങ്കിൽ മാസങ്ങളും വർഷങ്ങളും വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനൊരു കോഴ്സ് തുടങ്ങണം എന്നുള്ളൊരാശയവും. ഇപ്പം തന്നെ ഒരുപാട് ഡോക്ടേഴ്സ്, ഈവൻ ഗൈനക്കോളജിസ്റ്റ് അടക്കം പല പ്രാക്ടീസിങ് ഡോക്ടേഴ്സ് അവർക്ക് ലൈഫ് സ്റ്റൈൽ മെഡിസിൻ അവരുടെ പ്രാക്ടീസിൻ്റെ കൂടെ വേണം. കാരണം ഡെയിലി വരുന്ന പേഷ്യൻസിൽ ഒരു 10 to 6 പേർക്കും ഉണ്ടാവും ഇതിലേതെങ്കിലും ഒരു ഇഷ്യൂ. അത് ഉറക്കത്തിൻ്റെ ആയിക്കോട്ടെ, സ്ട്രെസ് ആയിക്കോട്ടെ. അപ്പോൾ സ്ട്രെസ് മാനേജ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇതെല്ലാം ഒന്ന് പറഞ്ഞു കൊടുക്കുക, അതിനുള്ള ട്രെയിനിങ് കൊടുക്കുക. അതാണ് ഫൗണ്ടേഷൻ കോഴ്സ് ഇൻ ലൈഫ് സ്റ്റൈൽ മെഡിസിൻ എന്ന FCLM നമ്മളിപ്പോൾ ഡെവലപ്പ് ചെയ്ത മോഡ്യൂൾ. അത് നല്ല രീതിയിൽ ട്രെയിനിങ്, ഒരു പ്യുവർ സ്കിൽ ഡെവലപ്മെൻറ്റാണ്, അല്ലാതെ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുക എന്നുള്ളതല്ല എൻ്റെ എയിം. എൻ്റെ മെഡിക്കൽ ഹെൽത്ത് അക്കാഡമിയിലെ എല്ലാ കോഴ്സുകളും സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടുള്ളതല്ല. നിങ്ങൾക്ക് നല്ല സർട്ടിഫിക്കറ്റ് ഒക്കെ ആയിരിക്കും തരുന്നത്, പക്ഷേ അത് വാങ്ങിച്ച് വീട്ടിൽ വെക്കാനുള്ളതല്ല ഒരു കോഴ്സും. അത് നിങ്ങൾ അപ്ലൈ ചെയ്യണം. ഇപ്പോൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആയിക്കോട്ടെ, ലൈഫ് സ്റ്റൈൽ മെഡിസിൻ കോഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അലൈഡ് ഹെൽത്തിൻ്റെ ഏത് കോഴ്സുകളും ആ പഠിക്കുന്ന വ്യക്തി അത് കഴിയുമ്പോൾ തന്നെ ശരിക്കും അത് അപ്ലൈ ചെയ്ത് വേണം പോകാനായിട്ട്. അതിന് റിസൾട്ട് പഠിക്കുമ്പോൾ തന്നെ അവർക്ക് കിട്ടണം, സമൂഹത്തിലേക്ക് അത് ഉപയോഗിക്കണം. അതാണ് മെഡിവൽ ഹെൽത്ത് അക്കാഡമി. ഡോക്ടർ അരുൺ ദാസ്, ഞാനൊന്ന് ചോദിച്ചോട്ടെ. വിവാഹിതനാണ്, ഒരു മകളുടെ പിതാവാണ്, നല്ലൊരു അച്ഛനാണ്, നല്ലൊരു ഭർത്താവാണ്, നല്ലൊരു ഡോക്ടറാണ്, നല്ലൊരു സംരംഭകനാണ്, നല്ലൊരു ട്രെയിനറാണ്, നല്ലൊരു ടീച്ചറാണ്. എങ്ങനെ ഈ റോളുകൾ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയുന്നു? എല്ലാ റോളുകളും ഭംഗിയായിട്ടാണോ കൈകാര്യം ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. ഞാനൊരിക്കലും ഒരു പെർഫെക്ഷനിസ്റ്റ് അല്ല, ഒന്നാമത്തെ കാര്യം. പക്ഷെ താങ്കളുടെ ഒരു കൂൾ മാനാണ്. നമ്മൾ പലപ്പോഴും സംസാരിച്ചപ്പോൾ വളരെ ശാന്തതയോടുകൂടി ഈ ഇത്രയും റോളുകൾ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരാളാണെന്ന് പിന്നെയുള്ള ചർച്ചയിലാണ് എനിക്ക് മനസ്സിലായത്. നന്നായിട്ട് ചെയ്യുന്നു എന്ന് എനിക്ക് മനസ്സിലായിട്ടത്, വെറും വാക്കല്ല എന്ന് എനിക്ക് ബോധ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതെങ്ങനെയാണത്, അത് കേൾക്കാൻ ആവശ്യം, നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാൻ ആവശ്യമുള്ള കാര്യമാണ്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ക്ലിനിക്ക് തുടങ്ങുന്ന സമയത്ത് ഞാൻ അങ്ങനെ എല്ലാവരുടെയും അഭിപ്രായമൊന്നും കേൾക്കാറില്ല. എനിക്ക് തോന്നുന്ന ഒരു കാര്യങ്ങൾ നല്ലത്, വേറെ ആർക്കും ദോഷം വരരുത്, അത് ചെയ്യുന്നൊരു കൂടുതൽ. പക്ഷേ എങ്കിലും ഡൗട്ട്സ് വരുന്ന സമയത്ത് നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ കുറച്ച് ആളുകളുണ്ട്, അവരോട് ചോദിക്കും, ഒപ്പീനിയൻസ് എടുക്കും. അപ്പം എനിക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സീനിയറായിട്ടുള്ള ഫാക്കൽറ്റീസ് അങ്ങനെ കുറച്ച് ആളുകളുടെ ഒപ്പീനിയൻ ചോദിച്ചപ്പോൾ ഈ ക്ലിനിക്കൊക്കെ തുടങ്ങുന്ന ഒരു 40-45 വയസ്സൊക്കെ കഴിയട്ടെ. ഞാൻ തുടങ്ങുമ്പോൾ ഞാൻ MBBS കഴിഞ്ഞിട്ടേ ഉള്ളൂ, കഴിഞ്ഞ് പ്രാക്ടീസ് ചെയ്യുന്ന സമയമാണ്. വളരെ യങ്ങാണ്. എത്ര വയസ്സുണ്ടാവും? 21-22 വയസ്സ് അത്ര ഉണ്ടാവുള്ളൂ. 22-ലാണ് ഐഡിയ വരുന്നത്. 23 കഴിഞ്ഞിട്ടായിരിക്കും തുടങ്ങുന്നത്. ഒരു 40-45 വയസ്സൊക്കെ കഴിയട്ടെ, എന്ന് വെച്ചാൽ മെച്യൂരിറ്റിയൊക്കെ വരട്ടെ, അതിന് ശേഷം മതി ഇതൊക്കെ. അതുവരെ എവിടെയെങ്കിലും പോയി ജോലി ചെയ്യാം എന്നുള്ളൊരു അഡ്വൈസാണ് എനിക്ക് കിട്ടിയത്. ഭൂരിഭാഗവും കിട്ടിയത് മെജോറിറ്റി അതാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന അഡ്വൈസ്. അപ്പം ഞാൻ ആക്ച്വലി വിചാരിച്ചു, ഓക്കെ, അത്രയും ഇതിനെക്കുറിച്ചൊക്കെ പഠിച്ച് ഞാൻ അന്ന് ചെയ്യും, അന്നേരം ഒരുപക്ഷെ എൻ്റെ ഈ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഞാൻ ഡീവിയേറ്റ് ചെയ്തു. അപ്പം ഞാൻ പിന്നിലോട്ട് ചിന്തിച്ചു, എത്ര പേരങ്ങനെ ചെയ്തിട്ടുണ്ട്. അത് ആ ഒരു ട്രാക്കിൽ പോയി കഴിഞ്ഞാൽ തിരിച്ച് ഇതിലേക്ക് വരിക എന്നുള്ളത് വളരെ പാടായിട്ടുള്ളൊരു, ഡോക്ടർ ചിന്തിക്കുന്നത് ഭൂരിഭാഗം ആൾക്കാർ ചിന്തിക്കാത്ത വിഷയമാണ്, ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു, എനിക്കറിയില്ല, എനിക്ക് അഡ്മിനിസ്ട്രേഷൻ അറിയില്ല, എനിക്ക് ബിസിനസ് അറിയില്ല, ഒന്നും അറിയില്ല, പക്ഷേ എനിക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ പറ്റും. അങ്ങനെ ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് വെച്ചു. അപ്പം ഞാൻ ചെയ്യുന്ന മറ്റു കാര്യങ്ങളിലും എല്ലാം തന്നെ
ഞാൻ ഒട്ടും തന്നെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയല്ല. അത്യാവശ്യം നല്ല മടിയുള്ള കൂട്ടത്തിലാണ്. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞ സാധനമൊന്നും ഇല്ല എനിക്ക്. അങ്ങനെ കൃത്യമായിട്ടുള്ള ഡിസിപ്ലിനോ ഒന്നും തന്നെ ഇല്ല. ചെയ്യും, കാര്യങ്ങളെല്ലാം ചെയ്യും. പെർഫെക്ഷനിസ്റ്റ് അല്ല. ലാസ്റ്റ് മിനിറ്റിലാണെങ്കിലും കാര്യങ്ങളെല്ലാം ചെയ്യും. പിന്നെ ഈ മെയിനായിട്ടുള്ള വിഷൻസ് ഉണ്ടല്ലോ, അത് കറക്റ്റായിട്ട് പോകും. ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യില്ല എന്നുണ്ടെങ്കിലും മെയിനായിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും പോകും. പിന്നെ ഏതൊരു സാഹചര്യത്തിനെയും പിടിച്ചു നിൽക്കും. ഡോക്ടർ പറഞ്ഞ തന്നെയാണ് സക്സസ് പ്രിൻസിപ്പിളിലുള്ളത്. 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിൾ എന്ന് പറയുന്ന സ്റ്റീവൻ കോവി എഴുതിയൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ പറയുന്നത് ഈ കാര്യങ്ങൾ മാത്രമാണ്. സക്സസ്ഫുൾ ആകണമെങ്കിൽ ഇത്രയും തന്നെ വേണ്ടത്. സക്സസ് ഒക്കെ ഓരോരുത്തർ ഡിഫൈൻ ചെയ്യുന്നല്ലേ? ഉറപ്പായിട്ടും. അല്ല, ഡോക്ടറുടെ ആ ഒരു ഡെഫിനിഷനിൽ യു ആർ സക്സസ്ഫുൾ മാൻ. അതിൻ്റെ പടികൾ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നു. നമ്മളെ സംസാരത്തിൽ എക്കോ ബൈറ്റ്സ് എന്നുള്ളൊരു വാക്ക് വന്നിട്ടുണ്ടായിരുന്നു. എന്താണ് എക്കോ ബൈറ്റ്സ്? എക്കോ ബൈറ്റ്സ് എൻ്റെ ഒരു ചെറിയ സംരംഭമാണ്. ഞാനത് കൊണ്ടുവന്നിട്ടുണ്ട്, വേണമെങ്കിൽ കാണിക്കാം. മെഡിവൽ എക്കോ ബൈറ്റ്സ് ഇതാണ് നമ്മൾ പറഞ്ഞത് അല്ലേ? എക്കോ ബൈറ്റ്സ് എന്താണ്? എക്കോ ബൈറ്റ്സ് എന്ന് പറയുമ്പം ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസിൽ പ്രധാനമായിട്ടുള്ളൊരു പങ്ക് വഹിക്കുന്ന കാര്യമാണ് നമ്മുടെ ഡയറ്റ് ആൻഡ് ന്യൂട്രീഷൻ. അപ്പം ഞാൻ ഒരുപാട് പേർക്ക് കൗൺസിലിങ്ങും കാര്യങ്ങളും സ്കൂളുകളിൽ പോയിട്ടും അല്ലാതൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം മനസ്സിലായ കാര്യങ്ങൾ വെച്ചാൽ ഇവർക്ക് ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുത്താലും അവർക്ക് ഓപ്ഷൻസ് ഇല്ല. ഒരു കുഞ്ഞിന് 10:30 സ്നാക്ക് കൊടുക്കാൻ ആവശ്യമുണ്ട്, പക്ഷെ എന്ത് സ്നാക്ക് കൊടുക്കും? ദേ വിൽ എൻഡ് അപ്പ് ഇൻ സം പാക്ഡ് ഐറ്റംസ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ വെളിയിൽ ചിലപ്പോൾ ഗ്രീന്, നാച്ചുറൽ, ഓർഗാനിക്, ഹെൽത്തി എന്നൊക്കെ എഴുതി വെക്കുമായിരിക്കും. പക്ഷേ ബാക്കിലെ ഇൻഗ്രീഡിയൻസ് നോക്കുമ്പം അത് ട്രാൻസ് ഫാറ്റും മറ്റു കാര്യങ്ങളൊക്കെയുള്ള പ്രോട്ടീൻ കുറവുള്ള ഒരു ഫുഡ് ഐറ്റം ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു ആശയത്തിൽ നിന്നാണ് എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ചെയ്യണം. പക്ഷെ ആ ഒരു ഇത്രയും ചെയ്യുമ്പം അതും ഒരു പുതിയ മേഖലയാണ്. ആ ഫുഡ് ഇൻഡസ്ട്രിയിലൊക്കെ ഞാൻ കാര്യമായിട്ടിരുന്ന് പഠിച്ച് ഞാനത് തുടങ്ങണമെങ്കിൽ ഒരു സമയമെടുക്കും, ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ടീം ഓഫ് ഡയറ്റീഷ്യൻസ്, ന്യൂട്രീഷനിസ്റ്റ് ഉണ്ട്. അവരുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്ത് എങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാമെന്ന് മനസ്സിലാക്കി. പിന്നെ മില്ലറ്റ്സിനെ കുറിച്ചും സീഡ്സുകളെ കുറിച്ചും അങ്ങനെ ഹെൽത്തി ഓൾട്ടർനേറ്റീവ്സിനെ കുറിച്ചൊക്കെ നമ്മൾ കൂടുതൽ പഠിച്ചു വായിച്ചു. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ പ്രൊഡക്ഷൻസ് ചെയ്യുന്ന ആളുകളുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ നോക്കി. അവർ പലരും ഫാമേഴ്സിൻ്റെ നിന്ന് കളക്ട് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ 1-2 യൂണിറ്റ്സുമായിട്ട് സംസാരിച്ച് നമ്മുടെ ഒരു ചെറിയ ബ്രാൻഡാണ് എക്കോ ബൈറ്റ്സ്. അതിലിപ്പം നമ്മളുള്ളത് മെയിനായിട്ട് മ്യൂസ്ലീസാണ്. അത് പലതരത്തിലുള്ള മില്ലറ്റ്സിൻ്റെ ഫ്ലേക്സും സീഡുകളും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു കോമ്പിനേഷൻ, സമീകൃതാഹാരം പോലെ ഒരു സമീകൃതമായിട്ടുള്ളത്. അതൊരു സ്നാക്കാണ്, ഒരു മെയിൻ മീലോ ഒന്നുമല്ല, പക്ഷേ ഒരു സ്നാക്കായിട്ട് യൂസ് ചെയ്യാം. ഒരു ഹെൽത്തി സ്നാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. എവിടെയും പറയുന്നൊരു കാര്യമാണ്, അമിതമായാൽ അമൃതം വിഷമാണ്. ഇത് നല്ലതെന്ന് പറയുന്നത് ഇത് മാത്രം കഴിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ബെനിഫിറ്റ് കിട്ടില്ല. പക്ഷേ ഒരു ഹെൽത്തി സ്നാക്ക് ഒരു ഓൾട്ടർനേറ്റീവായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് 2 ടൈപ്പ് ഓഫ് മ്യൂസ്ലി ഉണ്ട്. ഒന്ന് ശർക്കരയൊക്കെ ചേർന്നിട്ടുള്ള കുട്ടികൾക്കും എല്ലാവർക്കും എടുക്കാവുന്നതും. ഇനി ഡയബറ്റിക് പേഷ്യൻസിന് അതൊന്നും വേണ്ട എന്നുണ്ടെങ്കിൽ അവർക്കൊരു സ്പെഷ്യലായിട്ടുള്ള മ്യൂസ്ലി ഉണ്ട്. പിന്നെ ഇത് വെച്ചിട്ടുണ്ടാക്കുന്ന ഈ നമ്മുടെ കപ്പലിൻ്റെ മിഠായിയൊക്കെ പോലെയുള്ള മൾട്ടിപ്പിൾ നട്ട്സും ഇതെല്ലാം ചേർത്തിട്ടുള്ള ചെറിയ ചെറിയ സ്നാക്ക് ബാറുകൾ, കുക്കീസ്, അതൊക്കെ ഇങ്ങനെ നമ്മൾ ഡെവലപ്മെൻറ്റിലാണ്. കുറച്ച് സാധനങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. സ്നാക്സിലാണല്ലോ നമുക്ക് ജങ്ക് ഫുഡ് കൂടുതലും വരിക അല്ലേ? അതെ, നമ്മൾ അറിയുന്നില്ല. ഒരു ഞാനിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു കൊച്ചു കുഞ്ഞ് ഒരു പാക്കറ്റ് ലേസ് പോലത്തെ എന്തോ ഒരു സാധനവും 2 പാക്കറ്റ് ജ്യൂസ്, അത്രയും കഴിച്ച് ഒരു സദ്യ കഴിച്ചതിൻ്റെ അത്രയും കാലറി കുഞ്ഞിന് കയറി. അപ്പോൾ കുട്ടികൾ അത് കഴിച്ചാൽ ഇനി വിശപ്പ് മാറുന്നില്ല, വീണ്ടും വേണം എന്നുള്ളൊരു തോന്നല. അതെ, ഇതിൻ്റെയൊക്കെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഈ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ്. കൊച്ചു കുട്ടികളിൽ പോലും കാണുന്ന ഫാറ്റി ലിവർ ഡിസീസ് കൂടുന്നത് ഇങ്ങനെയുള്ള ഈ ഹൈ കാലറി ആയിട്ടുള്ള എനർജി ഡെൻസ് പ്രോസസ്ഡ് ഫുഡ് ഐറ്റംസിൻ്റെ നമ്മൾ പ്രോസസ്സിങ് കുറവായിട്ട് നമുക്ക് ഏറ്റവും വലിയൊരു പ്രശ്നം വെച്ചാൽ ഷെൽഫ് ലൈഫ് കുറവാണ്. ഓക്കെ. നമ്മുടെ ഇപ്പോൾ ബിസ്ക്കറ്റ് അല്ലെങ്കിൽ സ്നാക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് 2 വർഷമൊന്നും ഇരിക്കില്ല. അത് വളരെ 3 to 6 months ഒക്കെ അതിരിക്കുള്ളൂ. പ്രത്യേകിച്ച് പൊട്ടിച്ച് കഴിഞ്ഞാലാണ് നമ്മൾ പ്രിസർവേറ്റീവ്സും കാര്യങ്ങളൊന്നും ചേർക്കാതെ ഉള്ള രീതിയാണ് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. അതുതന്നെയാണ് നമ്മൾ ഒരു മെയിൻ എയിമും. ഇപ്പം പ്രൊഡക്ഷൻ ആണെങ്കിൽ നമ്മൾ വളരെ ലിമിറ്റഡ് ക്വാണ്ടിറ്റിയാണ്. ഇപ്പോൾ ക്ലിനിക്കിൽ ചെറിയൊരു മാർട്ടുണ്ട്, ആ മാർട്ടിലാണ് വെക്കുന്നത്. ആവശ്യക്കാർക്ക് അത് എടുക്കാം. പിന്നെ ഓൺലൈനായിട്ട് ഒരുപാട് പേര് കൺസൾട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് ചിലർ പറയും ഡോക്ടറെ ഞങ്ങൾക്ക് വേണമെന്ന് പറയുന്നവർക്ക് നമ്മൾ ഓൺലൈനായിട്ട് വേണമെങ്കിൽ കിട്ടും, അയച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം മെല്ലെ ആമസോണിലോ മറ്റെന്തെങ്കിലും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. കൂടുതൽ പ്രോഡക്ട്സ് അത് നമ്മൾ ശരിക്കും റിസർച്ച് ചെയ്ത് കൊണ്ടുവരുന്നതുകൊണ്ടാണ് ഈ സമയം എടുക്കുന്നത്. വെറുതെ പ്രോഡക്റ്റ്സ് ഉണ്ടാക്കാനാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് കിട്ടും. ഒരുപാട് ആളുകൾ ഞാനിത് തുടങ്ങിയതിന് ശേഷം എന്നെ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്തു, നമ്മളിങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യാം, വൈറ്റ് ലേബിൾ ചെയ്താൽ മതി.
പക്ഷേ എനിക്കൊരു ഐഡിയ ഉണ്ട്, ആ ഐഡിയക്ക് എനിക്ക് വേണ്ട ഒരു ഔട്ട്പുട്ടാണ് അവിടെ കിട്ടേണ്ടത്. അതുകൊണ്ട് ഇറ്റ് വിൽ ടേക്ക് ടൈം. പക്ഷേ എന്തായാലും ഞാൻ ഉണ്ടാക്കുന്ന ഒരു ബേസിന് റിസൾട്ട് കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വെറുതെ വാക്കുകൾ കൊണ്ട് പറയാതെ ഹെൽത്തി ഫുഡ് കഴിക്കണമെന്ന് പറയാതെ ഹെൽത്തി ഫുഡ് കൊടുക്കുകയും കൂടി ചെയ്യാണ്. അതും ഞാൻ എൻ്റെ ആരോഗ്യമാണ്. അതെ, MRP നോക്കിയപ്പോൾ കോസ്റ്റ് എഫക്റ്റാണ്. കോസ്റ്റ് എഫക്റ്റീവ് പ്രീമിയം പ്രൊഡക്റ്റ് അല്ല, പകരം പ്രീമിയം പ്രൊഡക്റ്റാണ്, പകരം അഫോർഡബിൾ പ്രൈസാണ്. ഡോക്ടർ, എന്തെല്ലാം സേവനങ്ങൾ മെഡിവെൽ ചെയ്യുന്നുണ്ട്, എന്തെല്ലാം ഡോക്ടർ അരുൺദാസ് ചെയ്യുന്നുണ്ട്? അത് പ്രേക്ഷകർക്ക് അറിയാൻ കൂടുതൽ താല്പര്യം ഉണ്ടാവും. മെഡിവെൽ ഇപ്പം ചെങ്ങന്നൂരാണ് ഞങ്ങളുടെ ലൊക്കേഷൻ വരുന്നത്. ചെങ്ങന്നൂർ എണ്ണക്കാട് എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ അവിടെ ഒരു കംപ്ലീറ്റ് പ്രൈമറി കെയർ സെൻ്ററാണ്. ഒരു ഫാമിലി ഫിസിഷ്യൻ എന്നുള്ള കോൺസെപ്റ്റിൽ ഡ്യൂട്ടി ഡോക്ടേഴ്സ്, MBBS ഡോക്ടേഴ്സ് ഉണ്ട്. രാവിലെ 9 തൊട്ട് രാത്രി 9 മണി വരെയാണ് ക്ലിനിക്കിൻ്റെ ടൈമിങ് പ്രവർത്തനം. പിന്നെ ലാബുണ്ട്, രാവിലെ 6:30 മുതൽ ലാബ്. ഫാർമസി, ഒരു മാർട്ടുണ്ട്. ആ മാർട്ടിലാണ് ഈ എക്കോബൈറ്റ്സ് അടക്കമുള്ള സ്വന്തമായിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് കൊടുക്കുന്നത്. പിന്നെ കൂടാതെ ഒരു ഫിസിയോതെറാപ്പി സെൻ്റർ ഉണ്ട് ക്ലിനിക്കിൽ തന്നെ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ തുടങ്ങുമ്പോൾ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ മനസ്സിലായത്, ഇപ്പം ജനറൽ OP പോലും ഏറ്റവും കൂടുതൽ പേഷ്യൻസ് വരുന്നതിൻ്റെ കംപ്ലയിൻറ്റ്സ് പെയിനാണ്, വേദന, മുട്ടിന് വേദന, നടുവിന് വേദന. അത് ഡ്യൂ ടു ലാക്ക് ഓഫ് എക്സസൈസ്, ഏജ് റിലേറ്റഡ് പ്രശ്നങ്ങൾ, ഓസ്റ്റിയോആർത്രൈറ്റിസ്, അങ്ങനെ പല കാരണങ്ങളുണ്ട്. കാരണം പ്രമേഹം വന്നിട്ട് ഫ്രോസൺ ഷോൾഡർ, അങ്ങനെ പലതരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അവർക്ക് നമ്മളൊരു പെയിൻ കില്ലർ, വേദന സംഹാരി, അത് ഏത് രൂപത്തിൽ കൊടുത്തു കഴിഞ്ഞാലും അത് കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുന്നത് എഫക്റ്റീവ് അല്ല. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമുക്കൊരു നല്ലൊരു ഓർത്തോപീഡീഷ്യൻ ഉണ്ട്. ഓർത്തോപീഡീഷ്യൻ വന്നപ്പോൾ സാറിൻ്റെ സജഷനോടുകൂടിയാണ് നമ്മൾ ഫിസിയോതെറാപ്പി തുടങ്ങിയത്. കാരണം ആ ഫിസിയോതെറാപ്പി എക്സസൈസുകളൊക്കെ വളരെ റിസൾട്ട് കിട്ടുന്നുണ്ട്. സർജറി വേണം എന്ന് പറഞ്ഞ പേഷ്യൻസിന് പോലും നല്ല എഫേർട്ട് ഇട്ട് കെയർ കൊടുത്ത് നമ്മൾ ഫിസിയോതെറാപ്പി വഴി റെഡിയാക്കുന്നുണ്ട്. കൂടാതെ ഡയറ്റീഷ്യൻ ഉണ്ട്. ചെറിയ ഗ്രാമത്തിൽ ഒരു ചെറിയ ക്ലിനിക്കിൽ എന്തിനാണ് ഡയറ്റീഷ്യൻ എന്നും ചോദിച്ചിട്ടുണ്ട് ആൾക്കാർ. പക്ഷേ അവർ റിസൾട്ട് ഭയങ്കരമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ പെട്ടെന്ന് പേഷ്യൻസിനെ കാണുന്നു, കാര്യങ്ങൾ പറയുന്നു. ആ ഡയറ്റീഷ്യൻ അവരെ കണ്ട് മനസ്സിലാക്കി അവർക്ക് വേണ്ട ഗൈഡ് ലൈൻസ് കൊടുത്ത് എല്ലാ ആഴ്ചയും വിളിക്കും. ഞാൻ പറഞ്ഞു തന്ന പോലെയാണോ നിങ്ങൾ കഴിക്കുന്നത്, ഒരു ഫുഡിൻ്റെ ഫോട്ടോ എന്ന് അയച്ചു തന്നെ, ഊണ് കഴിച്ചെങ്കിൽ എന്താ കഴിച്ചതെന്ന് കാണട്ടെ, അങ്ങനെ ഫോളോ അപ്പ് ചെയ്യും. 1 മാസം കഴിഞ്ഞു. ചിലരുണ്ടല്ലോ ഡോക്ടറിനെ കണ്ടു പറഞ്ഞു പോയി, പിന്നെ ഒരു 5 മാസം കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത്. അവർ വിളിച്ച് ചോദിക്കുക എങ്ങനെയുണ്ട്. ഞങ്ങളുടെ അടുത്ത് മെഡിവെല്ലിൽ വരണമെന്ന് നിർബന്ധമില്ല, നിങ്ങൾ അടുത്ത് എവിടെയെങ്കിലും പരിശോധിച്ചോ, എങ്ങനെയുണ്ട്, കുറവുണ്ടോ, അടുത്ത് ഏതെങ്കിലും ഡോക്ടറിനെ കാണിച്ചോ, അത് നമ്മൾ മേക്ക് ഷുവർ ചെയ്യും. ഈ ഒരു ഫോളോ അപ്പ് കൊടുക്കുക എന്നുള്ളതാണ്. ഒരു ടീമുണ്ട് എനിക്ക്. ഏതൊരു പേഷ്യൻറ്റിനെ നമ്മളൊരു റെഫർ ചെയ്താൽ പോലും നമ്മുടെ സ്റ്റാഫ് നേഴ്സിനോട് ഞാൻ പ്രത്യേകം പറയും, അവരെ വിളിച്ച് ചോദിക്കണം. കാരണം അത് ആ ഒരു കോൾ ആ കിട്ടുന്ന പേഷ്യൻറ്റിന് അല്ലെങ്കിൽ ബൈസ്റ്റാൻഡറിന് ഭയങ്കര റിലീഫാണ്. അത് ഞാൻ ഒരുപാട് സ്ഥലത്തുനിന്ന് മനസ്സിലാക്കിയൊരു കാര്യമാണ്. അപ്പോൾ അവരെ ഗൈഡ് ചെയ്യാൻ, ഇപ്പോൾ ഇവിടുന്ന് റെഫർ ചെയ്യുന്നു, വലിയൊരു ഹോസ്പിറ്റലിലാണ് പോകേണ്ടത്, അവിടെ ഒരു പ്രായമാർക്ക് എങ്ങനെ പോകണം, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ നമ്മുടെ ടീം ആ ഹോസ്പിറ്റലിൽ വിളിച്ച് അവിടെ അപ്പോയിൻമെൻറ്റ് എടുത്തു കൊടുക്കുന്നെങ്കിൽ അത് എടുത്തു കൊടുക്കും, എന്ന് പോകണം, എങ്ങനെ പോകണം. ഇനി അതിന് ശേഷമുള്ള ഫോളോ അപ്പ് നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മളത് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഒരു ടീം വർക്കാണ്. അത് ഞാൻ ഒറ്റയ്ക്ക് നിന്നാൽ നടക്കുന്നൊരു കാര്യമല്ല. എനിക്ക് ഈ ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീമുണ്ട്. അതാണ് മെഡിവലിൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത്ത്. പിന്നെ ഇത് കൂടാതെ നമ്മൾ ഇപ്പോൾ കണ്ടിരുന്ന ട്രെൻഡാണ്, എല്ലാ ആളുകളും പുറം രാജ്യങ്ങളിലേക്ക് പോകുന്നു. അപ്പം അവിടെ എന്ന് പറയുമ്പോഴത്തേക്കിനും ഒരു ചെറിയ വിഷയങ്ങൾക്കൊന്നും ഡോക്ടറെ കാണുക എന്നുള്ളത് എളുപ്പമല്ല, അസാധ്യമാണ്. ടൈലനോൾ കഴിച്ചോളൂ, അല്ലെങ്കിൽ സിംറ്റമാറ്റിക് കെയർ, അതും ഓവർ ഫോൺ, കൂടുതലായിട്ടൊന്നും പറ്റില്ല. ഇപ്പോൾ ഗൈനക്കോളജി പ്രഗ്നൻ്റ് ആണെന്ന് മനസ്സിലായി, അതിനുശേഷം ഡോക്ടറെ വിസിറ്റ് ചെയ്തു, വളരെ ക്വിക്ക് ടൈമിൽ കഴിഞ്ഞു, തിരിച്ചു വന്നു. ഇവർക്കുണ്ട സംശയങ്ങളൊന്നും ചോദിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പം ഒരുപാട് ആളുകൾ ഓൺലൈനായിട്ട് നമ്മുടെ കൺസൾട്ടേഷൻസ് ചോദിച്ചു. അപ്പോൾ ഓൺലൈൻ ചെയ്യുമ്പോൾ കുറച്ച് ന്യൂനതകളുണ്ട്, കാരണം കംപ്ലീറ്റ് ആയിട്ട് പേഷ്യൻറ്റിനെ എക്സാമിൻ ചെയ്യുന്നില്ല. അപ്പം ഓൺലൈൻ നമ്മുടെ ഗവൺമെൻറ് ഗൈഡ് ലൈൻസ് ഉണ്ട്, എന്നെ കാര്യങ്ങൾ നോക്കാൻ പറ്റും. ആ ഗൈഡ് ലൈൻസ് പാലിച്ചുകൊണ്ട് നമ്മൾ എല്ലാ രാജ്യത്തു നിന്നുള്ള ആളുകൾക്കും ഓൺലൈൻ കൺസൾട്ടേഷൻ, മലയാളികൾക്ക്, ഞാൻ മണിപ്പാലി പഠിച്ചുകൊണ്ട് എനിക്ക് ബാംഗ്ലൂർ അല്ലെങ്കിൽ കർണാടക സൈഡിൽ നിന്നുള്ള ആളുകളുണ്ട്. ചെന്നൈയിൽ ഞാൻ ഒരു മെഡിക്കൽ കോളേജിൽ ശരിക്കും വിസിറ്റിംഗ് ഫാക്കൽറ്റിയാണ്, PSB മെഡിക്കൽ കോളേജിൽ. അപ്പം അവിടെ നിന്നും കുറച്ച് ആളുകൾ, അവരുടെ കോൺടാക്ട്സ്, അങ്ങനെ ഈ 3 സ്റ്റേറ്റിലുള്ള ആൾക്കാർ, 4 ഭാഷ, തമിഴ്, കന്നഡ, മലയാളം, ഇംഗ്ലീഷ്, പിന്നെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹിന്ദി അറിയാം. അങ്ങനെയുള്ള ആളുകൾക്ക് പുറത്ത് രാജ്യങ്ങളിൽ നിന്ന് പോലും നമ്മൾ ഓൺലൈൻ കൺസൾട്ടേഷൻസ് എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ മൾട്ടിപ്പിൾ സ്പെഷ്യാലിറ്റി ഡോക്ടേഴ്സിൻ്റെയും എൻ്റെ കെയറും ഒക്കെ ഉണ്ടാവും. പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഓക്കെ കൺസൾട്ട് ചെയ്തു, മരുന്ന് എത്തിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതിനും ഉള്ള ഡിസ്കഷൻസ് നടന്നു. റീസെൻ്റ്ലി നമ്മൾ കൊളാബറേഷൻസ് നടന്നിട്ടുണ്ട്. അത് പല രാജ്യങ്ങളിലേക്ക് പോലും വിത്ത് അപ്രൂവൽ പ്രിസ്ക്രൈബ്ഡ് ഡ്രഗ്സ് നമുക്ക് അയച്ചു കൊടുക്കാം. അത് അങ്ങനെ അനാവശ്യമായിട്ട് പറ്റില്ല. അതിനൊരു ലീഗൽ ഫോർമാലിറ്റി, അവരുടെ വിസ കാര്യങ്ങളൊക്കെ നമുക്ക് വേണം. പക്ഷേ തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ ഓസ്ട്രേലിയ അടക്കമുള്ള രാജ്യങ്ങളിൽ നമ്മളിപ്പോൾ മെഡിസിൻസ് വേണ്ടതും കൊളാബറേഷനോടുകൂടി
ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ചെയ്തു. ഓസ്ട്രേലിയയിൽ കഴിഞ്ഞ മാസവും മെഡിസിൻസ് വേണ്ടത് നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ അക്കാഡമിയുടെ സംബന്ധമായിട്ടുള്ള കോഴ്സുകൾ, ഇതെല്ലാമാണ് കാര്യങ്ങൾ. ഡോക്ടർ, എനിക്ക് കേട്ടപ്പോൾ ഈ ഒരു സേവനം എൻ്റെ നാട്ടിൽ കൊണ്ടുവന്നാലെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ ഇതൊരു ഫ്രാഞ്ചൈസി ആയിട്ട് കൊടുത്തൂടെ? കാരണം ഇതെല്ലാം നാടിനും ആവശ്യമുണ്ട്. ആവശ്യമെന്നല്ല, എൻ്റെ ഒരു വീക്ഷണത്തിൽ, എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇതൊരു അത്യാവശ്യമായിട്ടൊരു മേഖലയാണ്. മെഡിവെൽ ചെയ്യുന്നത് സമൂഹത്തിന് അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ സംസാരിച്ചിരുന്നു ഫ്രാഞ്ചൈസി ഉണ്ടെന്ന്. ആ ഫ്രാഞ്ചൈസിയുടെ വിഷൻ എങ്ങനെയാണ്, നമുക്ക് എങ്ങനെ ഫ്രാഞ്ചൈസി ചെയ്യാൻ പറ്റും, അങ്ങനൊരു ഒരു ഘട്ടത്തിലേക്ക് മെഡിവെൽ കടന്നിട്ടുണ്ടോ? മെഡിവെൽ തുടങ്ങിയപ്പം എനിക്ക് ഗൈഡൻസ് തരാൻ ആരും ഉണ്ടായിരുന്നില്ല. ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. കാരണം ഇതിൻ്റെ ലീഗൽ കാര്യങ്ങൾ എങ്ങനെയാണ്, എന്തൊക്കെയാണ് കമ്പനി ഫോർമേഷൻ, SOP, അതൊക്കെ പക്ഷേ ഒരുപാട് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് മെഡിക്കൽ കോളേജിൽ നിന്ന് മനസ്സിലാക്കി. എല്ലായിടത്തും ഓപ്പർച്യൂണിറ്റീസും കിട്ടുമ്പോൾ അതിനെ മനസ്സിലാക്കാനും പഠിക്കാനും, അപ്പോൾ അത് ജൂനിയർ ആണോ സീനിയർ ആണോ, ഇപ്പോൾ ക്ലീനിങ് സ്റ്റാഫ് നമ്മുടെ മണിപ്പാലിൽ ഉണ്ടായിരുന്ന സമയത്ത് ക്ലീനിങ് സ്റ്റാഫിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഏത് സൊല്യൂഷൻ ഒഴിക്കുന്നത്, എങ്ങനെയാണ് ഈ ബെഡ്ഷീറ്റൊക്കെ എങ്ങനെ മാറ്റുന്നത്, അങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ തുടങ്ങി അഡ്മിനിസ്ട്രേഷൻ പോസ്റ്റിങ്ങിൽ വരുമ്പോൾ അവിടുത്തെ കാര്യങ്ങൾ എനിക്ക് വേണ്ടത് മാക്സിമം ഗ്രാസ്പ് ചെയ്യുകയും അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയും ചെയ്തിട്ടാണ് നമ്മളൊരു SOP ക്രിയേറ്റ് ചെയ്തത്. കാരണം SOP ഇല്ലാതെ റൺ ചെയ്യാൻ പറ്റില്ല. ആ SOP ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം എൻ്റെ ക്ലിനിക്ക് റൺ ചെയ്യുമായിരുന്നു. അപ്പം ഒരുപാട് സിമിലർ ആശയങ്ങളുള്ള ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ കേരളത്തിൽ തന്നെ പല സൈഡിലുള്ള ഡോക്ടേഴ്സ് ഉണ്ട്. അതുപോലെ ഞാൻ പഠിപ്പിച്ച MBBS സ്റ്റുഡൻസും ഞാൻ ഫാക്കൽറ്റി ആയിരുന്ന സമയത്തുള്ള MD ഗൈഡ്സ്. അപ്പോൾ അവർക്കൊക്കെ ക്ലിനിക്ക് തുടങ്ങണം എന്ന് ആശയമുള്ളവർ പലരെയും ഞാൻ ഗൈഡ് ചെയ്ത് തുടങ്ങി. എങ്ങനെയാണ് ഒരു സർവീസായിട്ടാണ്, അതൊരിക്കലും അതൊരു പേയ്മെൻറ്റ് കൊടുത്തിട്ടോ അങ്ങനെയൊന്നുമല്ല. എന്തൊക്കെ വേണമെന്നുള്ള ഗൈഡൻസ്. അപ്പോൾ കേരളത്തിലൊരു 8-10 ക്ലിനിക്കുകളോളം ഞാൻ ഫൗണ്ട് ചെയ്തിട്ടുണ്ട്. അതിൽ അവരുടെ സ്റ്റെപ്പിലേക്ക് ആയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അങ്ങോട്ട് നോക്കില്ല. പിന്നെ അത് അവരുടെ ഇൻഡിപെൻഡൻസ് സ്ഥാപനമാണ്. അതെ. അതിൽ ഒരുപാട് ആളുകൾ വലിയ സക്സസ്സിലേക്ക് എത്തിയിട്ടുണ്ട് പല സ്ഥലങ്ങളിലും. നമ്മുടെ നാട്ടിൽ വളരെ കുറവാണ് ശരിക്കും. എനിക്ക് തോന്നുന്നു കാലിക്കറ്റ് ആ സൈഡിലേക്ക് പോകുമ്പോഴാണ് കൂടുതലും. അപ്പം ത്രൂ ഔട്ട് ഇടയ്ക്കിടയ്ക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും എൻ്റെ അറിവിനനുസരിച്ച് ഞാൻ പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ അറിയാവുന്ന ആളോട് ചോദിച്ച് മനസ്സിലാക്കുക. പിന്നീടെന്ന് വെച്ചാൽ ടൈം എല്ലാം കൂടെ പറ്റാതായി. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഇനിയും മെല്ലെ ഇതിനെ ഒരു ടീമിനെയും കൂടെ ബിൽഡ് ചെയ്ത് ഈ ഒരു സർവീസ് കൊടുക്കുന്നത് നമ്മൾ ബെറ്റർ ആക്കാം. അങ്ങനെ ഒരു ആശയം വന്നപ്പോഴാണ് വൈ നോട്ട് മെഡിവെൽ തന്നെ എന്തുകൊണ്ടൊരു റെപ്ലിക്ക ആക്കിക്കൂടാ. അപ്പോൾ അത് ആണ് നെക്സ്റ്റ് നമ്മുടെ ഒരു പ്ലാൻ എന്ന് പറയുമ്പോൾ മെഡിവെലിൻ്റെ ഫ്രാഞ്ചൈസി. ശരിക്കും എൻ്റെ ആശയം തുടങ്ങി 2-3 ഡിസ്കഷൻ, മാഹിയിലൊരു ഡിസ്കഷൻ കഴിഞ്ഞു, കാലിക്കറ്റിലൊരു ഡിസ്കഷൻ കഴിഞ്ഞു. അത് ഡിസ്കഷൻ മാത്രമാണ് നിൽക്കുകയാണെങ്കിൽ പോലും എൻ്റെ അടുത്ത് തന്നെ നമ്മുടെ ഗ്രാമത്തിൽ നിന്നൊരു 10-20 കിലോമീറ്റർ മാറി ഒരു റൂറൽ ഏരിയയാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. അവിടെ തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഫ്രാഞ്ചൈസി ഒഫീഷ്യലി ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് റെഡിയായി എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് പ്രാവർത്തികമായി. തീർച്ചയായിട്ടും ഫസ്റ്റ് ഫ്രാഞ്ചൈസിയുടെ എല്ലാ കാര്യങ്ങളും റെഡി ആയിട്ടുണ്ട്. നമ്മുടെ SOPസും എല്ലാ കാര്യങ്ങളും റെഡി ആയിട്ടുണ്ട്. മോസ്റ്റ്ലി ഓണത്തിന് ഓഗസ്റ്റിൽ നമ്മൾ ഫസ്റ്റ് ഫ്രാഞ്ചൈസി ഓപ്പൺ ചെയ്യുമായിരിക്കും. കൺഗ്രാറ്റ്സ്. താങ്ക് യു സോ മച്ച്. കാരണം ഇതൊരു നാടിന് ആവശ്യമാണ്. നമ്മുടെ ഓരോ ഗ്രാമത്തിലും ഇത് ആവശ്യമാണ്. കേട്ടപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയതുകൊണ്ടാണ് ഞാൻ ആ ഒരു വിഷയത്തിലേക്ക് വന്നത്. ഒരുപാട് പേര് അപ്രോച്ച് ചെയ്തു. പക്ഷേ ഈ സംസാരിക്കുമ്പം ഈ മണി എന്നുള്ള കാര്യം മാത്രം സംസാരിക്കുന്നവരുമായിട്ട് ഞാൻ കൂടുതൽ ഡിസ്കഷനിലേക്ക് പോയില്ല. റൂറൽ ഏരിയ ആയിരിക്കണം, ആളുകൾക്ക് നീഡുള്ള ഏരിയ ആയിരിക്കണം, പിന്നെ കഴിയുമെങ്കിൽ ഒരു ഡോക്ടറോ അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിലുള്ള ആളായിരിക്കണം ഇത് എടുക്കുന്നത്. അല്ലാതെ ഒരാൾക്ക് ഒരു പാസീവായിട്ട് നടത്താനുള്ളൊരു സ്ഥാപനമായിട്ട് നമ്മൾ കൊടുക്കുന്നില്ല. ഞങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഫ്രാഞ്ചൈസി ഓൺ കമ്പനി ഓപ്പറേറ്റഡ് മോഡലാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം മാത്രമേ നെക്സ്റ്റ് ഒരു ലെവലിലേക്ക് പോകാനായിട്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. അതും ഒരു ഫ്രാഞ്ചൈസി എടുക്കാനുള്ള കോസ്റ്റ് മറ്റുള്ള ഒരു ക്ലിനിക്സിനെയൊക്കെ പോലെ വലിയൊരു ഹ്യൂജ് ബേർഡനൊന്നും അല്ല. വളരെ മിനിമൽ കോസ്റ്റിലായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. കംപ്ലീറ്റ് SOPയും കംപ്ലീറ്റ് ഗൈഡൻസും നമ്മുടെ സൈഡിൽ നിന്നായിരിക്കും. കീ ഫോക്കസ് ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആയിരിക്കും. പ്രൈമറി കെയർ ആൻഡ് ലൈഫ് സ്റ്റൈൽ ഡിസീസ് അതാണ് നമ്മുടെ കീ ഫോക്കസ്. അപ്പോൾ ഒരുപാട് വരും വർഷങ്ങളിൽ ഒരുപാട് ഫ്രാഞ്ചൈസികളുള്ള ഒരു വലിയൊരു സ്ഥാപനമായിട്ട് വളരട്ടെ എന്ന്, മെഡിവെൽ വളരട്ടെ എന്ന് ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു, അതേസമയം പ്രാർത്ഥിക്കുന്നു. കാരണം ഇത് നാടിന് ആവശ്യമാണ്. ഇത്രയും സമയം നമ്മളോട് ചെലവഴിച്ച ഡോക്ടർ അരുൺദാസിന് ഒരുപാട് നന്ദിയുണ്ട്. ബിസിനസ് ഇൻസൈറ്റിൻ്റെ പേരിലും എൻ്റെ പേരിലും നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.